പ്രിയപ്പെട്ട ഭാര്യ മരിച്ചുപോയി. ആ ഭാര്യയെ സ്നേഹിച്ചു കൊടുത്തിരുന്നതിന് മുമ്പേ ഭാര്യ മരിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഉന്നിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭാര്യ ആറടി മണ്ണിലേക്ക് അവളെ നടന്നു പോയാൽ പിന്നെ ഒരിക്കൽ കൂടി ആ ഭാര്യ ഒരിക്കലും കാണാൻ കഴിയില്ലല്ലോ. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുന്നത് ഈ മണ്ണിന്റെ മുകളിലാണെങ്കിൽ ഇനി ഒരിക്കൽ കൂടി മരിച്ചുപോയ ഭാര്യയെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. ആ ഭർത്താവിന്റെ കാത്തിരിപ്പിന് പിന്നെ എന്ത് അർത്ഥമാണുള്ളത്? ഭൂമിയിലെ സ്നേഹത്തിന് എന്ത് വിലയാണുള്ളത്? ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് ഹസ്രത്ത് ആയിഷയെ സമർപ്പിക്കാനുള്ളത്. അല്ലാഹു പറയുകയാ, ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൂടുന്നത് എവിടെയെന്നറിയോ? ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ചിന്ത എന്താ? കേരളത്തിന്റെ പ്രധാനപ്പെട്ട ചാനലുകളിലെ ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി റിയാലിറ്റി ഷോകൾ നടത്തുമ്പോ ആ റിയാലിറ്റി ഷോയിൽ നമ്മുടെ മുസ്ലിം ഭാര്യ ഭർത്താക്കന്മാർ പങ്കെടുത്തിട്ട് അരക്കകെ പോട്ട് വസ്ത്രത്തിന്റെ അളവനുസരിച്ചിട്ട് പാരിതോഷികം കിട്ടുമ്പോ 1 കോടി രൂപക്കോ അല്ലെങ്കിൽ എറണാകുളം നഗരത്തില് കൊച്ചി നഗരത്തില് രാവിലെ പ്രഭാത സൂര്യൻ പൊട്ടിവിടരുമ്പോ ചീനവലയുടെ മറുഭാഗത്ത് പ്രഭാതകളികളുടെ കളകൂതനം കേട്ടിടുന്ന കൊച്ചിക്കായലിന്റെ മറുഭാഗത്തൊരു ഫ്ലാറ്റ് കിട്ടിയാൽ ആ ഫ്ലാറ്റിൽ താമസിക്കാൻ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞ് ഈമാനിനെ വലിച്ചെറിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് അന്യപുരുഷന്മാരുടെ കൂടെ കെട്ടിയാടുന്ന റിയാലിറ്റി ഷോകൾ വരുമ്പോ അഭിനവകാല മുസ്ലിം സമൂഹമേ, ഈ അടുത്ത കാലത്ത് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി നടന്ന റിയാലിറ്റി ഷോയിൽ 1ാം സ്ഥാനം കിട്ടിയത് നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികളായ ഭാര്യ ഭർത്താക്കന്മാർക്ക് മത്സരത്തിന്റെ ഭാഗമായിട്ട് തന്റെ ഭാര്യയുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ അന്യപുരുഷന്മാർ സ്പർശിക്കുമ്പോഴും കൂസലില്ലാതെ കിട്ടുന്ന ഒരു ഫ്ലാറ്റിന് വേണ്ടി തന്റെ ഭാര്യയെ പോലും മറ്റൊരുത്തന്റെ സ്പർശനത്തിന് വിട്ടുകൊടുത്ത് ഉളുപ്പില്ലാതെ വാങ്ങിച്ച് താമസിക്കുന്നവരോട് അല്ലാഹു പറയുകയാണ്, ഇതിനു വേണ്ടി എന്റെ ഭാര്യ ഭർത്താക്കന്മാര് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നാളെ പരലോകത്ത് പടച്ചറപ്പൊരു ഭവനം വെച്ചിട്ടുണ്ട്. ആ ഭവനത്തിൽ ആരാണ് വരുന്നതെന്നറിയുമോ? ഞാൻ ഈ പറയുന്നത് സൂറത്ത് ഹൂദിന്റെ ആയത്താണ്. ഇത് ഖുർആനാണ്, ഇത് ഖുർആനാണ്. ജന്നാത്തു അദ്നിന് അല്ലാഹു പറയുകയാണ്, നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത് ആരെന്നറിയോ? നിസ്കരിക്കുന്നവര് മാത്രമല്ല, നോമ്പ് പിടിക്കുന്നവര് മാത്രമല്ല, ഹജ്ജ് ചെയ്തവര് മാത്രമല്ല, സദഖ ചെയ്തവര് മാത്രമല്ല, നാളെ സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറന്നിട്ട് കടന്നു പോകുന്നവരുടെ അടയാളങ്ങൾ പറയുമ്പോ ആ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞവരടയാളമാണ് വല്ലദീന യസ്ലൂന മാ അമറല്ലാഹ് വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അയ്യുസ്സലാഹ്. അല്ലാഹു ചേർത്ത് വെച്ച ബന്ധങ്ങളെ മരണം വരെ ചേർത്ത് പിടിക്കുകയും, ഭാര്യ അല്ലാഹു ചേർത്ത് വെച്ചതാണ്, ഭർത്താവിനെ അല്ലാഹു ചേർത്ത് വെച്ചതാണ്. അവര് തമ്മിൽ പിരിഞ്ഞിട്ടില്ല, തലാഖ് സംഭവിച്ചിട്ടില്ല. മരിക്കുന്നതിന് ആ ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ബന്ധത്തിൽ വെള്ളമില്ലാതെ സൂക്ഷിച്ച് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുകയും ചെയ്താൽ, നാളെ പരലോകത്തിന്റെ ദിവസത്തെ ഭയപ്പെടുകയും ചെയ്താൽ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലമേറെന്നറിയോ? ഇവിടെയാണ് നമ്മുടെ വിജയത്തിന്റെ മർമ്മപ്രധാനമായ കാത്. അല്ലാഹു പറയുകയാണ്, ജന്നാത്തു അദ്നിന് യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാദിഹിം വദുർരിയ്യാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. ജന്നാത്തു അദ്നിൻ, ഏദൻ തോട്ടമുണ്ട്. ഇവിടത്തെ ഫ്ലാറ്റ് അല്ല. നാളെ ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി അല്ലാഹു പരസ്പരം ഒരുമിച്ച് കൂട്ടുന്ന, ഭാര്യ നേരത്തെ മരിച്ചുപോയി, ഭർത്താവ് നേരത്തെ മരിച്ചുപോയി, ഇനി അവർക്ക് ഒന്നുകൂടി കണ്ടുമുട്ടാൻ ഒരു ലോകമില്ലെങ്കിൽ പിന്നെ ഈ ഭൂമിയിലെ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്? സ്നേഹമെന്ന വാക്കിന് എന്ത് അർത്ഥമാണുള്ളത്? ഒരർത്ഥവുമില്ല. അവരെ കണ്ടുമുട്ടാൻ കഴിയുന്ന ഒരു ലോകമുണ്ട്. ആ ലോകം ജന്നാത്തു അദ്ൻ എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടം. ഏദൻ തോട്ടം സ്വർഗത്തിലെ ഒരു താഴ്വരയാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടി അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു വീടാണ് ജന്നാത്തു അദ്ൻ, ഏദൻ തോട്ടം. അള്ളാഹു നമ്മളവിടെ എത്തിക്കട്ടെ. ونزعنا ما في صدورهم من غل إخوانا على سرر متقابلين ونزعنا ما في صدورهم من غل إخوانا. നാളെ സ്വർഗ്ഗത്തിലെത്തുമ്പോ എല്ലാവരുടെയും മനസ്സിൽ അല്ലാഹു എല്ലാ ദുസ്വഭാവങ്ങളെയും എല്ലാ വൈകൃതങ്ങളെയും എല്ലാ കുശുമ്പുകളെയും അല്ലാഹു എടുത്തു മാറ്റിക്കളയുമെന്ന് വിശുദ്ധ ഖുർആൻ.
നാളെ ഭാര്യമാർക്ക് ആ സ്വഭാവം ഉണ്ടാവില്ല. ഭർത്താക്കന്മാർക്ക് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്ത സ്വർഗമുണ്ടാവില്ല. അവിടെ എല്ലാവരും പരിപൂർണമായ ആഗ്രഹത്തോട്, പരിപൂർണമായ സൽസ്വഭാവത്തോട്, അവിടെ അവൾക്ക് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവളാണ്. ചില ആളുകൾ ചിന്തിക്കും ഈ പെണ്ണ് വേണ്ട, നാളെ സ്വർഗത്തിന്റെ ഹൂറിലീങ്ങൾ മതി. ഇല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാളെ നിന്റെ സ്വർഗത്തിലെ സാലിഹീങ്ങളായ ഭാര്യമാർക്ക് ഹൂറിലീങ്ങളെക്കാൾ 700 ഇരട്ടി സൗന്ദര്യം ഉണ്ടാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഹൂറിലീങ്ങളെക്കാൾ 700 ഇരട്ടി സൗന്ദര്യം കൂടുതലുള്ളത് ദുനിയാവിലെ നിന്റെ സ്വാലിഹത്തായ ഭാര്യക്കാണെന്ന് മുത്തുനബിയെ, ആയിഷയുടെ പ്രിയപ്പെട്ട ഭർത്താവേ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹൂറിലീനെ വേണോ ഇവിടുത്തെ ഭാര്യ വേണോ? ഇവിടുത്തെ ഭാര്യയ്ക്ക് ഹൂറിലീങ്ങളെക്കാൾ 700 ഇരട്ടി സൗന്ദര്യം. നമ്മളൊക്കെ ഹൂറിലീങ്ങളെ കിട്ടണമെന്ന് പറഞ്ഞ് ദുആ ചെയ്തിട്ടിരിക്കുക. ഇവിടുത്തെ ഭാര്യയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചിന്തിച്ചാലേ ഭൂമിയിൽ സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയും, അല്ലാതെ കഴിയില്ല. ഇസ്ലാം കുടുംബ ബന്ധത്തിന് അടിത്തറയിൽ വെച്ചിരിക്കുന്നത് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നതിനെ കുറിച്ചാണ്. ജന്നാത്തു അദ്ൻ, ഏദൻ തോട്ടത്തിൽ അല്ലാഹു നമുക്കൊരു വീട് വെച്ചിട്ടുണ്ട്. ആ വീട് എന്ന് പറഞ്ഞാൽ സാധാരണ വീടല്ല. ഇതല്ലേ നമുക്ക് വേണ്ടത്? വേറെ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ സമ്പാദ്യവും സമ്പന്നതയും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖൈറുൽ ഗിനാദിനൽ ഖൽബി, ഏറ്റവും വലിയ സമ്പന്നത ഹൃദയത്തിന്റെ സന്തോഷമാ. ആ സന്തോഷം നിന്റെ ഭാര്യ മക്കളോട് അനുഭവിച്ചിട്ടൊരു നാളെ വിട പറയുമ്പോ അല്ലാഹു പറയുകയാണ്, അതിനേക്കാൾ വലിയ സന്തോഷത്തോടെ നാളെ സ്വർഗത്തിന്റെ പച്ചപ്പരമദാനി വിരിച്ച താഴ്വാരങ്ങളിലൂടെ വെള്ളിക്കുരിശ് പോലെ തടംതല്ലിയാത്തൊടുക്കുന്ന അരുവികൾ നിറഞ്ഞു നിൽക്കുന്ന ജന്നാത്തു അതിൽ നിന്ന് ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിലാണ് വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിൽ അൻഹാർ വമസാകിന തയ്യിബത്തുൻ ഫീ ജന്നാത്തി അദ്ൻ. നാളെ സത്യവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹു നാളെ ആ ഏദൻ തോട്ടത്തിൽ അല്ലാഹു വമസാകിന തയ്യിബ, ഏറ്റവും നല്ലൊരു വീട് അല്ലാഹു രൂപകൽപ്പന ചെയ്തിരിക്കുക. അല്ലാഹുവേ, ഞങ്ങൾക്കിത് നൽകണേ അല്ലാ, അതിന് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ആ ഏദൻ തോട്ടത്തിന്റെ സ്വർണ്ണ വീട്ടിൽ പ്രവേശിക്കുന്നതാരെന്നറിയോ? അവിടെ നിന്ന് നമുക്ക് ഹസ്രത്ത് ആയിഷയെ പഠിക്കാം. അല്ലാഹു പറയുകയാണ്, ജന്നാത്തു അദ്നിൻ, ഏദൻ തോട്ടത്തിലെ വീട്ടിൽ പ്രവേശിക്കുന്നവർ വമൻ സ്വലഹ മിൻ ആബാഇഹിം, നിങ്ങളുടെ സാലിഹീങ്ങളായ മാതാപിതാക്കളും, വഅസ്വാദിഹിം, നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരും, വദുരിയാതിഹിം, നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളും, അവരെല്ലാവരും അല്ലാഹുവേ ആ തോട്ടത്തിലെ മാതാപിതാക്കളോടൊത്ത്, ഭാര്യമാരോടൊത്ത്, മക്കളോടൊത്ത് നിങ്ങളെല്ലാവരും സ്വർഗത്തിന്റെ സ്വർണ്ണക്കെട്ടിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ ആ വീട് സന്ദർശിക്കാൻ സന്ദർശകരായി വരുന്നതാരെന്നറിയോ? വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ വാതിലൂടെയും അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരും. ആ സ്വർണ്ണ വീട്ടിൽ നാം ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചിരിക്കുമ്പോ ആ വീടിന്റെ വാതിലൂടെ അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വന്നിട്ട് അവര് പറയുന്നത്ര സലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. ഓരോരുത്തരോടും ഓരോ വാതിലൂടെ കടന്നു വന്നിട്ട് മലക്കുകളെ സലാം പറയുകയാ. എന്തോ ഒരു കാഴ്ചയാണ് അല്ലാഹുവേ, എന്തോ ഒരു അനുഭവമാണ് അല്ലാഹുവേ. അവസാനം മരിച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ചു നിന്റെ മുമ്പിൽ വരുമ്പോ ആ സ്വർഗത്തിന്റെ വീട്ടില്, ഈ കടമേരിയിലെ വീട്ടിൽ എങ്ങനെ കഴിഞ്ഞുകൂടിയോ അതേപോലെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ ഒരാളെയും ആ സ്വർഗത്തിന്റെ സംഗമത്തിൽ നിന്ന് നീ മാറ്റി നിർത്തല്ലേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും റബ്ബേ നീ അതിൽ സമ്മേളിപ്പിക്കണേ അല്ലാ. ആ വീട്ടിൽ സംഗമിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഒന്ന് കൈപൊക്കി. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞുതരാം, നോക്കട്ടെ, കൈപൊക്ക്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ കൈപൊക്കാനൊക്കെ വലിയ എളുപ്പമാണ്. പക്ഷെ സ്വർഗത്തിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ട് വാതിലൂടെ മലക്കുകൾ വന്നിട്ട് സലാം പറയുന്നത് ആരോടാണ്? അവര് ജീവിതത്തിൽ ഒരു ഗുണമുള്ളവരായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്.
ആ മലക്കുകൾ വന്നിട്ട് പറയും അസ്സലാമു അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് എല്ലാ സ്വർഗവും നൽകട്ടെ, ഉദ്ഖുലൂഹാ ബിസ്സലാമിൻ ആമിനീൻ, സന്തോഷത്തോടെ നിങ്ങൾ ഇനി ഇവിടെ ജീവിച്ചോളീൻ, ഇവിടെ ഇനി രോഗങ്ങളില്ല, ഇവിടെ മരണമില്ല, ഇവിടെ സങ്കടമില്ല, ഇവിടെ സന്താപമില്ല, ഇവിടെ പ്രശ്നങ്ങളില്ല, ഇവിടെ പ്രയാസങ്ങളില്ല, ഇവിടെ ഏഷണികളില്ല, ഇവിടെ കുശുമ്പില്ല, ഇവിടെ കുശുകുശുപ്പില്ല, ഇവിടെ കുന്നായ്മയില്ല, ഒന്നുമില്ല. ഖാലിദീന ഫീഹാ അബദാ, കാലാകാലം നിങ്ങൾ ഇവിടെ ജീവിച്ചോളീൻ എന്ന് മലക്കുകൾ വന്നിട്ട് പറയും. എന്നിട്ട് മലക്കുകൾ പറയും സ്വർഗത്തിലൊന്നുമില്ലല്ലോ, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന അലാ സുരരിൻ മുതഖാബിലീൻ. സ്വർഗത്തിൽ പിന്നെ ആർക്കും കുശുമ്പില്ലെന്ന്. ഗില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മലയാളത്തിൽ പറയാൻ പറ്റില്ല. ഗില്ല എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കുശുമ്പ്, അത് ആർക്കും ഉണ്ടാവില്ല. പക്ഷെ മലക്കുകൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, സലാമുൻ അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. ഇത് ജീവിതത്തിൽ ഉണ്ടാവാതെ ഒരാൾ സ്വർഗത്തിൽ പോവില്ല. ഒന്ന്, ആ മലക്കുകൾ പറയും സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാതെ ക്ഷമിച്ചവരല്ലേ. ഭാര്യയോടും ഭർത്താവിനോടും പറയും, നിങ്ങൾ ജീവിതത്തിൽ വല്ലാതെ ക്ഷമിച്ചവരല്ലേ, നിങ്ങൾക്കാണ് സ്വർഗമുള്ളത്. ഭാര്യ ഭർത്ത ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷമയാണ്. അതില്ലാതെ ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കാൻ പറ്റൂല. ആദ്യം ഇവിടെയാണ് ഹസ്രത്ത് ആയിഷ സത്യദൂതരുടെ സഹധർമ്മിണി എന്ന പ്രിയപ്പെട്ട ശീർഷകത്തെ നാം പരിചയപ്പെടുക. ആരാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ? ഒരു കാര്യം ഞാൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. എല്ലാവരും കല്യാണം കഴിക്കുമ്പോൾ കല്യാണം കഴിച്ചിട്ട് ഉസ്താദിനോട് വന്നിട്ട്, ഉസ്താദെ ഞങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നും അല്ല പെണ്ണ്. വിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു എന്താ ഒരു ഭാഗ്യമാണ്. നല്ല ഭാര്യയെ കിട്ടിയവൻ ഏറ്റവും നല്ല ഭാഗ്യവൻ. ഇത് ചക്കയൊന്നും അല്ലല്ലോ തുന്നിച്ചു നോക്കിയിട്ട് കെട്ടാൻ. കിട്ടിയതാണെങ്കിൽ ആളുകൾ പറയും ഉസ്താദെ കെട്ടണം പെണ്ണ് കിട്ടാൻ വേണ്ടി ചോദിച്ചാണ്. കെട്ടിയവർ പറയണം ഉസ്താദെ ഒഴിയണം. കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം അതേവരെ നമ്മുടെ നാട്ടില് രാത്രി വരെ നമ്മുടെ കൂടെ ഒളിച്ച് കളിച്ച് മൊബൈൽ ഡാറ്റയിലൊക്കെ കയറി പരസ്പരം ഫേസ്ബുക്ക് കളിച്ച്, പിന്നെ അപ്പുറത്ത് മാറിയിരുന്ന് വെയിറ്റിംഗ് ഷെഡിൽ പാതിരാത്രി 12 വരെ മിനി മിൽട്ടി കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരൻ. ഇപ്പൊ അതാണ് കുട്ടികളുടെ പരിപാടി. മയ്യത്ത് വീട്ടിൽ പോയാൽ പോലും ഒരു അനക്കവും ഇല്ല. കാരണം 10 പേര് ഒന്നിച്ചിരുന്ന് മിനി മിൽട്ട് കളിക്കുക. എവിടെ പോയാലും മക്കൾക്ക് മാതാപിതാക്കളോട് മിണ്ടാൻ സൗകര്യമില്ല. പള്ളിയിൽ ജുമയ്ക്ക് വന്നാൽ ഖുത്ബ നടക്കുമ്പോൾ പിള്ളേർ 4 ഒരു സഫിലുള്ളതെല്ലാം കൂടി ഇരുന്ന് മിനി മിൽട്ട് ഷെയർ ചെയ്ത് കളിക്കുക. ഇന്നതൊരു വലിയ അർബുദമായിട്ട് മാറിയിരിക്കുകയാണ്. അതുവരെ കളിച്ച ഒരാൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇവനെ വെളിയിലോട്ട് കാണൂല. കല്യാണമൊക്കെ കഴിഞ്ഞ ചെറുപ്പക്കാരൻ ഒരാഴ്ച കഴിയുമ്പോൾ മെല്ലെ വെളിയിലിറങ്ങും. കൂട്ടുകാരുടെ അടുത്ത് നല്ല അത്തറൊക്കെ പൂശി നല്ല വസ്ത്രമൊക്കെ ഇട്ട് അമ്മായിയമ്മ കൊണ്ടുകൊടുത്ത ആ പലഹാരമൊക്കെ തിന്ന് സോഡാക്കുപ്പി പോലെ ചെരിഞ്ഞിരുന്ന കവിളൊക്കെ ഒന്ന് വീർത്തു നന്നായി നല്ല സിമ്പിളനായിട്ട് അവൻ ആ ടയർ പത്തിരിയൊക്കെ തിന്ന് അതൊക്കെ നിന്ന് നന്നായിട്ട് ഇങ്ങോട്ട് വന്ന് അവനിങ്ങനെ വരുമ്പോ കൂട്ടുകാർ ചോദിക്കും, എടേ നിന്നെ പഴയതുപോലെ കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? ഒന്ന് വെളിയിലോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിക്കൂടെ, നിന്നെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ആ പുതിയാപ്പിള നമ്മളോട് പറയും, എന്റെ പ്രിയ ഹബീബേ, എങ്ങനെയാ വെളിയിലോട്ട് ഇറങ്ങാൻ തോന്നുക? അള്ളാഹു എനിക്ക് തന്ന എന്റെ ഭാര്യ, ഇതുപോലൊരു ഭാര്യ ലോകത്തൊരു ഭർത്താവിനുള്ള കൊടുത്തിട്ടുണ്ടാവൂല. എന്താ സ്നേഹം അവക്ക്. ഞാനൊന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പോകുമ്പോൾ അവൾ പറയും, പോവണ്ട, ഇവിടെ തന്നെ ഇരിക്കും. അങ്ങനെ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഇരുത്തും, പലഹാരമൊക്കെ ഉണ്ടാക്കി തരും, വെളിയിൽ ഇറങ്ങാൻ സമ്മതിക്കൂല. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, എന്റെ ഭാര്യ അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അവന്റെ ഭാര്യയെ കുറിച്ചിട്ട് അവൻ വാചാലമായി സംസാരിക്കും. ആ സമയത്ത് നിങ്ങൾ ഒന്നും പറയാൻ പോകരുത്. അവനങ്ങനെ നിർത്താതെ പറയും ഭാര്യയെ കുറിച്ച്. അതൊക്കെ കേട്ടു നിൽക്കുക. അവൻ നിർത്തൂല. അല്ലോ എന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞ എന്താ അത്, കൽബാണ്, മുത്താണ്, ചക്കരയാണൊക്കെ പറയും. ഇതേ കൂട്ടുകാരാണ് നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ട് പ്രസവമൊക്കെ കഴിഞ്ഞു, ഹോസ്പിറ്റലിൽ ബില്ലൊക്കെ അടച്ചപ്പം എല്ലാം ഇങ്ങനെ വരുമ്പോ ചോദിക്കണം, എങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയൊക്കെ? ഒരു വർഷം മുമ്പ് ചോദിച്ചപ്പോൾ വാചാലമായിട്ട് നിങ്ങളോട് ഭാര്യയെ കുറിച്ച് സംസാരിച്ച ഈ കൂട്ടുകാരൻ ഒന്നും മിണ്ടൂല. അവസാനം അവൻ അതിദയനീയമായിട്ട് നിങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കും. എന്നിട്ട് അവന്റെ മറുപടി ഒരു ദീർഘനിശ്വാസമായിരിക്കും. അവൻ പറയും, എല്ലാം അള്ളാഹുടെ വിധി. യഥാർത്ഥത്തിൽ ഒരു വർഷം കഴിയുമ്പോ 90% ആളുകളുടെയും മറുപടി ഈ ഒരു ദീർഘനിശ്വാസമാണ്. പെണ്ണിനോട് നിങ്ങൾ ചോദിക്കും, പെണ്ണ് പറയും എന്റെ ഭർത്താവ് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മുത്താണ്, കൊത്താണ്, സത്താണെന്നൊക്കെ പറയും. ഒരു വർഷം കഴിയുമ്പോൾ അവള് പറയും, ഇനിയിപ്പോ മക്കളായി ഒക്കെയായി, അള്ളാഹു നിശ്ചയിച്ചത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, വേറെന്ത് ചെയ്യാൻ? ഒട്ടുമിക്ക ആളുകളുടെയും കഥ ഇതാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ഭാര്യയും ഭർത്താവിനെയും പരിചയപ്പെടുത്തി തരാം.
ആരാ ഭാര്യ ഭർത്താവെന്നറിയോ? ആ ഭാര്യയാണ് വർഷങ്ങളോളം ജീവിതത്തിൽ അവർ ഒരുമിച്ച് താമസിച്ചു. അവസാനം അവർ വർഷങ്ങളോളം ജീവിതത്തിൽ ഒരുമിച്ച് താമസിക്കുമ്പോ അവസാനം ആ ജീവിതത്തിന്റെ സ്നേഹപ്രകടനങ്ങളുടെ ഇടകളിലൂടെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചിട്ട് ആ ഭർത്താവിന്റെ കബറടക്കിയിട്ട് കൂട്ടുകാരെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ മഴയുടെ വെള്ളമൊന്ന് ചോർന്നു വെച്ചാൽ ആ മഴവെള്ളം മുഴുവനും മേൽക്കൂരയിലൂടെ താഴേക്കൊടുക്കുന്ന ചെറിയൊരു കൂരയിൽ തന്റെ ഭർത്താവുമായിട്ടൊന്നിച്ച് ജീവിച്ച കൂരയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ ഓർമ്മകളിൽ ആ പ്രിയപ്പെട്ട ഭാര്യ ഇരിക്കുകയാ. തന്റെ ഭർത്താവ് കബറക്കാട്ടിലേക്ക് പോയ ആദ്യത്തെ കബറടക്കിയ ദിവസം ആ കൂട്ടുകാർ വന്ന് പൊട്ടിക്കരയുന്ന ഭാര്യയോട് ചോദിച്ചുവത്രേ, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ സമയത്ത് ആ പ്രിയപ്പെട്ട ഭാര്യ മരിഞ്ഞ മറുപടി, എന്റെ ഭർത്താവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഏതെന്നറിയോ? എന്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നു. മഗർ എന്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നു. ആരാണിത് പറയുന്നതെന്നറിയോ? പ്രിയപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് പരിരംഭണം ചെയ്ത ചരിത്രത്തിന്റെ റോൾ മോഡലായ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോ അതിനുശേഷം ആയിഷ റളിയല്ലാഹു തആല അൻഹാ തന്റെ കൂട്ടുകാരികളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കവേ ആയിഷ ബീവി പറഞ്ഞുവത്രേ, എന്റെ മടിയിൽ കിടന്നിട്ടാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. എന്റെ മടിയിൽ കിടന്നിട്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ റൂഹ് പിരിഞ്ഞത്. പക്ഷേ എന്റെ മടിയിൽ കിടന്നിട്ടാണ് എന്റെ ഭർത്താവ് മരിച്ചതെങ്കിലും എന്റെ ഭർത്താവ് വിട പറഞ്ഞതെങ്കിലും മരിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. മരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഭർത്താവിന്റെ മുഖമെന്ന് അവസാനമായി കണ്ടിട്ട് പോലുമില്ല. കൂട്ടുകാരികൾ ചോദിച്ചു, ആയിഷ റളിയല്ലാഹു തആല അൻഹാ, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? വഫാത്തിന്റെ നേരത്ത് നിങ്ങളുടെ മടിയിലല്ലേ മുത്തുനബി കിടന്നത്? വഫാത്തിന് തൊട്ട് മുമ്പ് നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അറാക്കിന്റെ കമ്പ് കൊണ്ട് മുത്തുനബിക്ക് പല്ല് തേച്ച് കൊടുത്തതല്ലേ? ആ മുഖത്തോട് ചേർന്നിരുന്ന് നിങ്ങളോട് സലാം പറഞ്ഞിട്ട് പോയതല്ലേ? എന്നിട്ടും മുഖം കണ്ടില്ലല്ലോ എന്ന്. ഇതാണ് കുടുംബജീവിതം എന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുക്കാൻ ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, നിങ്ങളെ പറഞ്ഞതൊക്കെ ശരിയാണ്. മടിയിൽ തലവെച്ചിട്ട് ഞാൻ പോകട്ടെ ആയിഷ എന്ന് ചോദിച്ചിട്ടാണ് എന്റെ മുത്തു പോയത്. പക്ഷേ എനിക്ക് മുഖം കാണാൻ കഴിഞ്ഞില്ല. കാരണം എന്തെന്നറിയോ? ആ സമയത്ത് എന്റെ വീട്ടിൽ ഈ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലും ഉണ്ടായിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിട പറയുമ്പോ ഒരെണ്ണ കത്തിക്കാനുള്ള എണ്ണ പോലും ഇല്ലാതെയാണ് എന്റെ റസൂൽ എന്നോട് വിട പറഞ്ഞു പോയത് എന്ന് ലോകത്തോട് പറഞ്ഞ വാസത്തിന്റെ ഒരു ദിവസം മാത്രം 3 നേരം വീട്ടിൽ അടുപ്പിലെ തീ പുകഞ്ഞ നിറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല ശഹറൈനി മുത്തതാബിഐനി വഫീ അബിയാത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനസ്തൗകിനാറാ. 3 മാസത്തോളം എന്റെ വീട്ടിൽ തീ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ ഭാര്യ, ആ ഭാര്യയാണ് ഭർത്താവിനെ കബറടക്കിയപ്പോ ഇവന്റെ പ്രിയപ്പെട്ട ഭർത്താവാണെന്ന് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, പണത്തിന്റെ കൊടുപ്പ് വേണ്ട, ഗൾഫ് പണത്തിന്റെ ഒഴുക്ക് വേണ്ട, പെട്ടോടോളിന്റെ ഉച്ചിത്തം വേണ്ട. പരസ്പരം ഒന്നിച്ചു ചേരാൻ, പരസ്പരം ഹൃദയമറിയാൻ, പരസ്പരം സേവിക്കാൻ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പണത്തിന് കുറവില്ല, ഇന്ന് നമുക്ക് ഭക്ഷണത്തിന് കുറവില്ല. കിടന്നിറങ്ങുന്ന ബെഡ്റൂമത് ടിപ്പേറ്റിൽ നിന്ന് 99,999 രൂപക്ക് വാങ്ങിച്ച 30 വർഷത്തെ ഗ്യാരണ്ടിയുള്ള കട്ടില. അതിൽ കിടന്നവരുടെ കുടുംബജീവിതത്തിന് 1 വർഷത്തെ ആയുസ് പോലും ഉണ്ടായില്ലല്ലോ. എങ്ങനെയാ ഇത് സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ കേൾക്കുന്നവരെല്ലാം ഈ വിഷയത്തെ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കണേ എന്ന് ഓർമ്മിപ്പിക്കാൻ. സഹോദരങ്ങളെ, ജീവിതം ഒരു ഡിഫറൻസിയേഷന്റെ തത്വശാസ്ത്രമാണ്. അത് വിട്ടുവീഴ്ചയാണ്, അത് ക്ഷമയാണ്, അത് ഉദാരതയാണ്, അത് ജീവിതം ഒരു പകർന്നു കൊടുക്കാനുള്ളതാണ്. ആഡംബരം കാണിക്കാനല്ല, അധികാരം
പ്രയോഗിക്കാനല്ല, നീ വരുമ്പോ നിന്നെ കാത്തിരിക്കുന്ന പെണ്ണിനോട് സന്തോഷത്തിന്റെ വർത്തമാനം പറയാ. ഇന്ന് കേരളത്തിലെ സൈബർ വിധവകൾ കൂടുകയാണത്രേ. ആരാണ് സൈബർ വിധവ എന്നറിയുമോ? മലയാളം അവൾക്ക് കൊടുത്ത പേരാണ് സൈബർ വിധവ എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങി പോകുന്ന ഭർത്താവിനെയും കാത്ത് വൈകുന്നേരം ഭക്ഷണം ഉണ്ടാക്കി കിടപ്പറ വിരിച്ചിട്ടിരിക്കുമ്പോ കാത്തിരിക്കുന്ന ഭർത്താവ് ഓഫീസ് റൂമിൽ ഇരുന്നുണ്ട് തന്റെ മുമ്പിലുള്ള ഫേസ്ബുക്കിലൂടെ ആരാന്റെ പെണ്ണുമായി ഫോൺ സെക്സ് നടത്തുമ്പോ അതിലൂടെ ജീവിതത്തിന്റെ താല്പര്യം നിർവഹിക്കുമ്പോ അവനെയും കാത്ത് കിടപ്പറയും വിരിച്ചിട്ട് കാത്തിരിക്കുന്ന പെണ്ണ് അവള് സൈബർ വിധവ എന്നാണ് കേരളം അവൾക്ക് പേരിട്ട് കൊടുത്തത്. അവള് വിധവയല്ല, അവൾക്ക് വിധവാ പെൻഷൻ കിട്ടില്ല. ഒരർത്ഥത്തിൽ അവള് വിധവയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വിവാഹ ജീവിതത്തിൽ ഫേസ്ബുക്ക് ഏറ്റവും ഒരു വില്ലനാകുമ്പോ പച്ച പൊട്ടന്മാരെ നിങ്ങൾക്കറിയുമോ? ഫേസ്ബുക്കാണ് മിക്ക ജീവിതവും തകർക്കുന്നതെങ്കിൽ ആ ഫേസ്ബുക്കിന്റെ ഉപജ്ഞാതാവ് സുക്കർബർഗ്, അയാളുടെ ഫേസ്ബുക്കിന്റെ ഉപജ്ഞാതാവ് സുക്കർബർഗാണ്. സുക്കർബർഗ് തന്റെ ഭാര്യ ഗർഭിണിയായപ്പോ അയാൾ ഫേസ്ബുക്ക് കമ്പനിയിൽ നിന്ന് 6 മാസത്തെ ലീവ് എടുത്തിട്ട് ഭാര്യയെ പരിചരിക്കാൻ നാട്ടിലേക്ക് പോയി. നിനക്ക് ഫേസ്ബുക്ക് സംവിധാനിച്ചവൻ അയാളുടെ ഭാര്യ ഗർഭിണിയായപ്പോ 6 മാസം ലീവ് എടുത്തിട്ട് കടന്നുപോയി. yahoo@gmail.comന്റെ മേധാവിയായ പെണ്ണ് പ്രസവത്തിന് വേണ്ടി ലീവ് എടുത്ത് ഭർത്താവിന്റെ അടുക്കിലേക്ക് പോയി. അത് ജീവിതത്തിന്റെ പിശാചായി മാറിയപ്പോ അതിന്റെ മേലെ ജീവിതങ്ങൾ തകർത്ത് തരിപ്പണമാകുമ്പോ, വാട്സപ്പിലെ മെസ്സേജുകൾ ജീവിതത്തിന്റെ വില്ലനാകുമ്പോ, എല്ലാം തകർന്ന് തരിപ്പണമായി പോകുമ്പോ, കുടുംബബന്ധങ്ങളെ ശൈഥില്യമായി പോകുമ്പോ, വാപ്പയും ഉമ്മയും ജീവിതത്തിലെ തെറ്റിപ്പോയാൽ തകരുന്നത് നമ്മുടെ പൊന്നുമക്കളുടെ ജീവിതമാണ്, നമ്മുടെ കൺമണികളുടെ ജീവിതമാണ്. ഭാര്യക്ക് വേറെ ഭർത്താവിനെ കിട്ടും. കുടുംബ കോടതിയിൽ പരസ്പരം തർക്കിച്ച് നേടിയിട്ട് വിവാഹമോചനം തേടുമ്പോ ഇടത്തോട്ട് പോകുന്ന വാപ്പക്ക് വേറെ പുതിയ പെണ്ണിനെ കിട്ടും. തിരത്തോട്ട് തിരിയുന്ന ഉമ്മക്ക് വേറെ പുതിയ ആപ്പിളയെ കിട്ടും. വാപ്പയും ഉമ്മയും തർക്കിച്ച് പിരിയുമ്പോ കുടുംബ കോടതിയുടെ വരാന്തയിൽ പൊട്ടിക്കരയുന്ന ആ മക്കള് പിന്നെ അനാഥകളാണ്. അവരുടെ കണ്ണുനീരിനാരാണ് പരിഹാരം കൊടുക്കുക? ജീവിതം പാഴാക്കാനുള്ളതല്ല, ജീവിതം പരസ്പരം നമുക്ക് ജീവിക്കാനുള്ളതാണ്. അത് പറയുവാനാണ് ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹാ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം തിരക്കിന്റെ ഇടയിൽ കടന്നു വരുമ്പോ ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ കാത്തുനിന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തിരക്കോടെ ഓടി വരുമ്പോ ആയിഷ ബീവി ഒരു ചോദ്യം ചോദിച്ചു, അത്രേ, യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങേക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള പെണ്ണാരാണ് നബിയെ? അങ്ങേക്ക് ഏത് പെണ്ണിനോടാണ് ഇഷ്ടം നബിയെ? ഈ ചോദ്യം നമ്മോടാണെങ്കിൽ തിരക്കിന്റെ ഇടയിൽ വീട്ടിലേക്ക് വരുമ്പോ, കച്ചവടത്തിന്റെ ബിസിനസിന്റെ ടെൻഷനിൽ വരുമ്പോ ഭാര്യ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരോടാണ് സ്നേഹമുള്ളത്? മുഖത്ത് നമ്മളെ കൊടുക്കുന്നവനാണ് നമ്മളെങ്കിൽ തിരക്കിന്റെ ഇടയിൽ ഓടി വന്ന മുത്തുനബിയോടാണ് ചോദ്യം, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണാരാണ് നബിയെ? ഹബീബായ നബി തങ്ങൾ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ആയിഷ, അത് നിന്നോടാണ് ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടാണ്. നബി പറഞ്ഞു, ആയിഷ, നിന്നോടാണ് മോളെ, നിന്നോടാണ് മോളെ. അവസാനിച്ചില്ല, യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ തിരുദൂതരെ, ആണുങ്ങളിൽ പുരുഷന്മാരിൽ ആരോടാണ് നബി അങ്ങേക്ക് സ്നേഹമുള്ളത്? മുത്തുനബിക്ക് കാര്യം മനസ്സിലായി. മുത്തുനബിയുടെ മറുപടി പറഞ്ഞു, ആയിഷ, അബൂക്കി, അത് നിന്റെ വാപ്പയോടാണ് മോളെ. അബൂക്കി നിന്റെ വാപ്പയോട്, അബൂക്കി നിന്റെ വാപ്പയോട്, അതന്നെ അബൂബക്കറിനോടാണ്. ആയിഷ, ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് സന്തോഷമായി. ഇനി ഞാൻ എന്നോടും നിങ്ങളോടും അടക്കമുള്ള ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ, ആർക്കാണ് നമ്മുടെ അമ്മോസം കാക്കയോട് സ്നേഹമുള്ളത്? നമ്മുടെ കുടുംബ ജീവിതത്തിൽ ആരും അറിയാതെ നമ്മൾ തള്ളിക്കളയുന്ന, നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കണക്കാക്കാത്ത ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രമാണ് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ അമ്മോസം കാക്ക. 18 വർഷക്കാലം കൈവെള്ളയിൽ കൈവല്യം പോലെ ഞാൻ കാത്തു സൂക്ഷിച്ച എന്റെ കൺമണിയെ, ആ കൺമണിയുടെ ജീവിതം എന്റെ കയ്യിലേക്ക് ഞാൻ തരിക. അവളെ കരയിക്കരുത്, അവളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഖാലിയാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്. എന്റെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായി നമ്മൾ ഏറ്റുപറയുന്ന ഈ വാക്കിന്റെ അർത്ഥമെന്ന് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു ഭർത്താവും ഒരു പെണ്ണിനെ ദുഃഖിപ്പിക്കില്ല, ഒരു ഭർത്താവും ഒരു പെണ്ണിന്റെ കണ്ണുനീരിന് കാരണമാവില്ല. നമ്മൾ പറയുന്നതെന്താ? നമ്മുടെ ഭാര്യാപിതാവ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ
പിടിച്ച് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു ഉസവ്വിദുക അലാ മാ അമറല്ലാഹു തആലാ ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ ഉസവ്വിദുക അല്ലാഹു കൽപ്പിച്ചതുപോലെ ഞാൻ എന്റെ പൊന്നുമോളെ നിനക്ക് വിവാഹം ചെയ്തു തരികയാ. എന്നിട്ട് പറയുന്ന എന്റെ മകളെ നീ വിവാഹം ചെയ്ത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയാൽ അവൾക്ക് നിനക്ക് ഇഷ്ടപ്പെടാത്ത ചില സ്വഭാവങ്ങൾ ഉണ്ടാവാ. ആ പെണ്ണിന് ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നേവരെ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ആലോചിച്ചിട്ടുണ്ട്. നിനക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം എന്റെ പൊന്നുമോൾക്കുണ്ടെങ്കിൽ അതിനെ ഉപദേശിച്ച് ശരിയാക്കണേ. അതെന്തെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അത് നീ ക്ഷമിച്ച് സഹിക്കണേ. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ നോമ്പില്ലെങ്കിലും നോമ്പുള്ളതുപോലെ അഭിനയിക്കുക. അവൾ ഇഷ്ടപ്പെട്ടതുപോലെ ആയില്ലെങ്കിലും അഭിനയിച്ചും അഡ്ജസ്റ്റ് ചെയ്തുമൊക്കെ എന്റെ മോളുടെ ആ സ്വഭാവമൊക്കെ മാറ്റി നീ സന്തോഷത്തോടെ ജീവിക്കണേ. അതല്ല അതല്ല നിനക്കത് ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ ഞാനീ തന്നതുപോലെ എന്റെ പൊന്നുമോളെ ഇങ്ങനെ തിരിച്ചു തന്നേക്കണേ. അവളെ നീ അടിക്കരുത്, അവളെ നീ കണ്ണുനീര് കുടിപ്പിക്കരുത്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾക്കെതിരെ അപവാദം പറഞ്ഞു പരത്തരുത്. ഞാൻ ഈ തന്നതുപോലെ പോരേൽപ്പിക്കാറ് എന്റെ പൊന്നുമോളെ തിരിച്ചു തന്നേക്കണേ. അവളെനിക്കൊരു അധിക ഭാരമാവില്ല, അവളെനിക്കൊരു അധിക ചുമടാവില്ല. ഞങ്ങൾ രണ്ടുപേര് കെടുക്കാനുള്ള കഞ്ഞി പകട്ടുണ്ട് അവൾക്ക് കൂടി കൊടുത്ത് ഞങ്ങൾ അവളെ ജീവിപ്പിച്ചോളാം. അവളെ പ്രസവിച്ച ഉമ്മക്ക് അവളെ വളർത്തിയ വാപ്പാക്ക് നഷ്ടമായി. മോളെ കെട്ടിച്ചു വിടുന്ന വീടിന്റെ പുറകിൽ കിണറുണ്ടെങ്കിൽ ഉപ്പാക്ക് പേടിയാണ്. ഒരു ദിവസം ഫോൺ കോൾ വരും, മോള് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന്, ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചെന്ന്. ഇല്ല, അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ നടത്തിയ ഉടമ്പടിയാണ്. ഈ ഒരു ഉടമ്പടി പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ ഉടമ്പടിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇതൊരു ബലിഷ്ഠമായ ഉടമ്പടിയാണ് എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തു അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് കല്യാണം കുട്ടിക്കളിയല്ല, വിവാഹം കുട്ടിക്കളിയല്ല. ഇത് പടച്ചറപ്പിന്റെ മുമ്പിൽ ചേർത്ത് വെച്ച ഇബാദത്താണ്. അതൊരു കരാറാണ്. കരാറ് പൂർത്തീകരിക്കാത്തവനെ നാളെ നരകത്തിലോട്ട് വലിച്ചെറിയുമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾക്ക് കിടപ്പാടുണ്ട്. ഇത് തീർത്താലേ മലക്കുകൾ പറയൂ സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. നാളെ നിങ്ങൾ സ്വർഗത്തിൽ ജീവിക്കാനുള്ളവരാ, നാളെ നിങ്ങൾ സ്വർഗത്തിൽ ജീവിക്കാനുള്ളവരാ. നിങ്ങൾ ഈ ദുനിയാവിന്റെ കുടുംബ ജീവിതത്തിൽ ക്ഷമിച്ചവരല്ലേ. അല്ലാഹു നമുക്ക് നാളെ സ്വർഗത്തിലെത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വീട്ടിലേക്ക് വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ തിരുദൂതരെ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ നബിയേ? നിങ്ങളുടെ അടുക്കൽ മദീനക്കാര് വന്ന് മടക്ക് ചോദിച്ചപ്പോൾ നിങ്ങൾ ദുആ ചെയ്യാറുണ്ട്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് നിങ്ങൾ ദുആ ചെയ്യാറുണ്ട്. ആയിഷയ്ക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാറുണ്ടോ? യാ റസൂലല്ലാഹ്. ശരിയാണല്ലോ, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യണ്ടേ? നമ്മുടെ ഭാര്യമാരുടെ വിലയറിയുന്നത് നമ്മുടെ ഭാര്യ മരിച്ച ആദ്യ രാത്രിയിലാണ്. നമ്മുടെ ഭാര്യയോട് നമുക്കിപ്പോ വിലയില്ല. കിടപ്പറയിൽ തനിച്ചാകുമ്പോ ഇന്നലെ വരെ കിടപ്പറയിൽ കിടന്നവളില്ലാതെ ആ കിടപ്പറയിൽ തനിച്ചാകുന്ന ആദ്യ രാത്രി, ഏകാന്തതയുടെ രാത്രി, ആകെ സഹിക്കാൻ കഴിയില്ല. ധീരനായ അലിയിന് പോലും സഹിക്കാൻ കഴിഞ്ഞില്ല റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഖബറടക്കിയപ്പോ മരിച്ച ആദ്യ രാത്രിയിൽ ഖബറിന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് അലി റളിയല്ലാഹു തആല ചോദിച്ചുവത്രേ, മലി മറത്തു അലൽ ഖുബൂരി മുസല്ലിമ ഖബറ ഹബീബി ഫലം മറുദ ജവാബി യക്ബറു മാലകി അലാ തുജീബു മുനാദിയ അംല തബദി ഖുല്ലത്തു അഹബാബി. കബറേ, നീ എന്ത് പറയുന്നു കബറേ? ഞാൻ സലാം പറഞ്ഞിട്ട് എന്റെ ഫാത്തിമ മടക്കുന്നില്ലല്ലോ കബറേ. ഇന്നെന്റെ ഫാത്തിമ നിന്റെ വയറ്റിന്റെ ഉള്ളിലാണ്. അവരുടെ അവസ്ഥ എന്നെന്ന് നീ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എന്റെ ഫാത്തിമയുടെ മാംസം നീ കടിച്ചുവോ? എന്റെ ഫാത്തിമയുടെ മാംസത്തിലേക്ക് നീ ജീവിതത്തിന്റെ ഇടുക്കിയോ കബറേ? തന്റെ ഭാര്യ മരിച്ച രാത്രിയിൽ പള്ളിക്കാട്ടിന്റെ കബറിന്റെ അടുക്കൽ പോയിരുന്നുണ്ട്. കബറേ, എന്റെ ഭാര്യ ഈ കബറിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്.
ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു രാത്രിയാകുന്നേ. പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാരുടെ മരണത്തിന് മുമ്പ് ഞങ്ങളുടെ മരണത്തെ നീ നൽകണേ അല്ലാഹുവേ. കാരണം ഭാര്യ മരിച്ചൊരു പുരുഷന്റെ ജീവിതം വലിയ ദുസ്സഹമാണ്. ഭർത്താവ് മരിച്ചാൽ പെണ്ണിനത്ര പ്രശ്നമില്ല, പക്ഷേ ഭാര്യ ഇടയ്ക്ക് വിട പറഞ്ഞു പോയാൽ പിന്നെ ആണിന്റെ ജീവിതം വലിയ പരിതാപകരമാണ്. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തും ആരോഗ്യം കൊടുക്കും. ജീവിച്ചിരിക്കുമ്പം വിലയറിയാത്തൊരു പെണ്ണ്, അവള് മരിച്ചാൽ പിന്നെ ആരോടാണ് ഒരു ഗദ്ഗതം പറയുക? ആരാണ് പിന്നെ നമുക്കൊരു നേരത്തെ ചൂടുവെള്ളം തരിക? ഖബറിലേക്ക് പോയാൽ ഭാര്യയോട് ചോദിച്ച്, ഖബറേ, എന്റെ ഫാത്തിമയുടെ അവസ്ഥ എന്താണ്? ആരുമില്ലാത്ത ആറടി മണ്ണിലേക്ക് തന്റെ പ്രിയപ്പെട്ടവള് പോകുന്ന ദിവസം, അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കണേ അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആയിഷ ബീവിക്ക് വേണ്ടി മുത്തുനബി ചെയ്ത ദുആ നമുക്ക് കേൾക്കാം. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ശാന്തി, നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം, നമ്മൾ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് സമാധാനം നൽകുന്ന ഒരു ഭാര്യ, ആ ഭാര്യയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹബീബായ നബിയോട് ചോദിച്ചു, നബിയെ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മറുപടി, അപ്പൊ തന്നെ ആയിഷ ബീവിക്ക് വേണ്ടി ദുആ ചെയ്തു. ആ ദുആയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നല്ല തിരക്കിൽ നമ്മളിങ്ങനെ പോണ സമയത്ത് ഭാര്യ പിടിച്ചെത്തിട്ട് ചോദിക്കുക, പിന്നെ നിങ്ങൾക്ക് ആരോടാ ഏറ്റവും കൂടുതൽ സ്നേഹം? നമ്മൾ എന്താ ചെയ്യുക? ഭയങ്കര തിരക്ക്, ബിസിനസിന്റെ ടെൻഷൻ, കടം, ആ തിരക്കിനിടയിൽ വീട്ടിൽ പാഞ്ഞു പോയി എവിടെയെങ്കിലും കിടക്കാന്ന് വിചാരിക്കുമ്പോഴാ ഭാര്യ പിടിച്ചെത്തിട്ട് നിങ്ങൾ അവിടെ നിന്ന്, നിങ്ങൾക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ആരോടാ? നമ്മളെന്താ സ്വാഭാവികമായിട്ട് പ്രതികരിക്കുക? 4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിന്റെ രാജാവാണ് പറയുന്നത്. ആ സമയത്ത് പറഞ്ഞു, ആയിഷ, നിന്നോടാണ്. ആണുങ്ങളിൽ ഏറ്റവും ആരോടാ? കാരണം വേറെ ഭാര്യമാരെ കെട്ടിച്ചു കൊടുത്ത വാപ്പമാരുണ്ട്, അത് നിന്റെ വാപ്പായോട്, പിന്നെ വേറെ ആരോടാ? ഭാര്യമാരോട് ഇടയ്ക്കൊക്കെ ചില വർത്തമാനങ്ങളൊക്കെ പറയണം. അത് ആരും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എന്താണെന്നറിയാം, 6 മാസത്തെ ലീവിന് ഗൾഫിൽ നിന്ന് വരും. ഈ പാവപ്പെട്ടവൾ കാത്തിരിക്കുകയാണ് 2 വർഷം കഴിഞ്ഞ് ഭർത്താവ് 6 മാസം കഴിഞ്ഞ് വരാൻ. 6 മാസം കഴിഞ്ഞ് നിങ്ങൾ വന്നാൽ നിങ്ങളുടെ ജോലി എന്താ? പെട്ടി പൊട്ടിച്ചിട്ട് നിഡോ കൊടുക്കാൻ വേറൊരു ദിവസം, ടാങ്ക് കൊടുക്കാൻ വേറൊരു ദിവസം, പിന്നെ ചോക്ലേറ്റ് കൊടുക്കാൻ മലപ്പുറത്ത് വേറൊരു ദിവസം. അവസാനം 6 കൊടുത്ത് വിട്ട നിഡോയും പാക്കറ്റും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ പോകാനുള്ള സമയം ഏതാണ്ടായിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ഗൾഫുകാരൻ്റെ ജീവിതം കഷ്ടമാണ്, ഒന്നുമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പെട്ടി ഉണ്ടാവും, ഇവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവും, ഇതിൻ്റെ അപ്പുറത്തേക്ക് വരുന്നുണ്ടാവും. ഭാര്യമാരോട് നമുക്ക് ചില ഹക്കുകളുണ്ട്. ആ ഹക്ക് ഏത് സമയത്ത് നമ്മളിങ്ങനെ വലിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലെ അല്ല വലിയ ആളെ പോലെ ഭാര്യയോട് എടുക്കടി ഇളമ്പടി അത് പാടില്ല. ചില സമയത്ത് ഭാര്യമാരോട് സ്നേഹത്തിന്റെ വർത്താനം പറയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയായിരുന്നു, ഇത് വെറുതെ അല്ല. വരൾച്ചയുള്ള സമയത്ത് മദീനയുടെ അങ്ങേയറ്റത്ത് നിന്ന് വെള്ളം കോരി തന്റെ തലയിൽ വെച്ച് ഭാര്യമാർക്ക് കൊടുക്കുമായിരുന്നു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മോട്ടർ കേടായി ആ കിണറ്റുമേന്ന് വെള്ളം കോരി ഭാര്യയ്ക്ക് കൊടുത്ത് എത്ര ഭർത്താക്കന്മാരുണ്ട്? ഇത് മുത്തുനബിയുടെ സുന്നത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് കൈവെക്കാൻ പറഞ്ഞാൽ ഉള്ള മാനം കളയലല്ല, ഞങ്ങൾ കൈവെക്കണ്ട. മോട്ടർ കേടായി അപ്പൊ പറയും, നീ കോരിക്കോ, അല്ലെ ഇലക്ട്രീഷ്യനെ വിളിച്ചോ. ആ സമയത്തൊന്ന് ഭാര്യയുടെ അടുത്ത് പോയി അതൊന്ന് കോരി കൊടുത്തിരുന്നെങ്കിൽ ചെയ്തിട്ടുണ്ട്. ഒരല്പനേരം സംസാരിക്കുക ഭാര്യയുമായി. നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു ചെറിയ പുൽത്തകിടിയൊക്കെ വേണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. മക്കളൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ സ്വകാര്യമായിട്ട് ആ പുൽത്തകിടിയിൽ ഭാര്യയും ഭർത്താവും വന്നിരിക്കണം. എന്നിട്ട് അവരും മനസ്സ് തുറന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാ. ഭാര്യ പറയുന്നു, ഭർത്താവിന് എന്നോട് മിണ്ടാൻ സമയമില്ല. ആ പാവം കാത്തിരിക്കണല്ലേ നമ്മള്. ഭാര്യ മക്കളൊക്കെ ഉറങ്ങി, ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ മുമ്പിൽ വന്നിരുന്ന് ആ പുൽത്തകിടിയിൽ ഒരു മരത്തിന്റെ ചോട്ടി വന്നിരുന്ന് രണ്ടുപേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ചേരം ഇരിക്കുക. ആ ഇരിക്കണ സമയത്ത് തന്റെ മോനും മരുമോളും കൂടെ ആ പുൽത്തകിടി ഇരിക്കുന്ന സമയത്ത് അമ്മായിയമ്മ എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ അപ്പുറത്തോടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ പാടില്ല. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അവളിപ്പോ എന്താ പറയണേ, എന്റെ കുറ്റവാ. അപ്പൊ ഉമ്മ എന്ത് ചെയ്യണം? മാതൃകാ ജീവിതമാണ് ഉമ്മയെങ്കിൽ ഉമ്മ മാറിക്കൊടുക്കും. അവിടെ ഇരുന്ന് കഥ പറയണം. 14 രാവിലെ നിന്ന രാത്രി ആയിഷ ബിബിയുടെ മടിയിൽ തലവെച്ച് കിടന്നിരുന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം നിങ്ങൾ, ഭാര്യയുടെ മടിയിൽ തലവെച്ച് നിങ്ങൾ എങ്ങനെ കിടക്കണുണ്ട്? തിരക്കിൻ്റെ ഇടയിൽ ഓടിപ്പോകുമ്പോൾ ഒന്ന് നമ്മളോടൊന്ന് സ്നേഹത്തോടെ പുഞ്ചിരിക്കാം. ഭാര്യയ്ക്ക് പകരം മറ്റെന്താ ഉള്ളത്? ഒന്നുമില്ല. ഭാര്യയ്ക്ക് പകരം ഭാര്യ, ഉമ്മയ്ക്ക് പകരം ഉമ്മ. ഇതിനപ്പുറത്തേക്ക് പറയുന്നില്ല. ഉമ്മയ്ക്ക് പകരം ഭാര്യ ആവാൻ പറ്റില്ല, ഭാര്യയ്ക്ക് പകരം ഉമ്മയാവാനും പറ്റും. അതൊരു കടപ്പാടാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അതിനൊക്കെ സമയം കാണണം. ഭാര്യമാരോട് വഴക്കുണ്ടാകുമ്പോൾ ആ സമയത്ത് വഴക്ക് തീർക്കണം. ഭാര്യ വഴക്കാണപ്പെടും, നമ്മൾ ആ സമയത്തേക്കൊന്ന് ഒഴിഞ്ഞു കൊടുത്തേക്കണം. ഭാര്യ പിണങ്ങി, എന്ത് ചെയ്താൽ മിണ്ടുന്നില്ല, മിണ്ടാ ഞാനൊരു പരിപാടി പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്യോ? നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ ഇങ്ങനെ വല്ലാതെ പിണങ്ങിയിട്ട് മുഖമൊക്കെ വെറുപ്പിച്ച് ഈ കരത്തിന്റെ മൂടുമാരി ഇങ്ങനെ ഇരിക്കുക. പോയപ്പോൾ പറഞ്ഞു, നീ എഴുന്നേറ്റ് റെഡിയാക്കുക, നമുക്ക് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഒന്ന് പോയിട്ട് വരാം. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ എന്നാ നീ ഞാൻ അപ്പോളോ ഗോൾഡിൽ നിന്നും അടുത്തുള്ള കിലുക്കത്തിന്റെ കമ്മല് മേടിച്ചു തരാം. എനിക്ക് വേണ്ട. എന്ത് പറഞ്ഞിട്ടും ഭാര്യ ശരിയാവണില്ല.
ഭാര്യയുടെ പിണക്ക് തീർക്ക ഒറ്റ വടിയുള്ള ആ സമയത്ത് ഇല്ല, അടി കൊടുക്കണം. ഒന്ന് ഏറ്റവും വടിയെന്നാ അറിയോ, അങ്ങനെ പിണങ്ങിയിരിക്കണ ഭാര്യയുടെ മുമ്പിൽ പോയി ഇരുന്നിട്ട് അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒരു മിനിറ്റ് നോക്കണം സൂക്ഷിച്ച്. അപ്പം അവൾ ചോദിക്കും, പറഞ്ഞ അള്ളാണ് 30 മുസാബാണ് സത്യം, നിന്നെ കാണാൻ എന്താ ഒരു സൗന്ദര്യം. അപ്പം ആ പെണ്ണ് എഴുന്നേറ്റിട്ട് ചോദിക്കും, നിങ്ങൾ ചുമ്മാ പറഞ്ഞതാണോ, പിണക്കം തീർക്കാൻ പറഞ്ഞാണോ, അത് ഉള്ളതായിട്ട് പറഞ്ഞത്. തീർന്നു, വിഷയം തീർന്നു. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയാണ്. ഭാര്യമാരത് കൊതിക്കുന്നുണ്ട്, നമുക്കത് കൊടുക്കാൻ കഴിയണം. ഏറ്റവും വലിയ പ്രശ്നം അതാ. പണം മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, നല്ല സാരി വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, അവൾക്ക് സഞ്ചരിക്കാൻ ഡ്രൈവറെയും വാഹനം കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ കൊടുക്കേണ്ട സ്നേഹം നമ്മൾ തന്നെ കൊടുക്കും. ഇത് പഠിപ്പിച്ചതെന്ന ആളാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ദിവസം ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചുവത്രേ, യാ റസൂലല്ലാഹ്, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട് നബിയേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, ആ സമയത്ത് തന്നെ ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, എന്റെ ആയിഷാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ, മാ തഖദ്ദമത് വമാ തഅഖറതു, അവൾ എന്നോട് ഇതിനു മുമ്പ് പലതും ചെയ്തിട്ടുണ്ട്, ഇതിനു ശേഷം ഇനി അവൾ പലതും എന്നോട് ചെയ്യാനുമുണ്ട്. ഇതിനു മുമ്പ് അവർ എന്നോട് ചെയ്തതും ഇനി ഇവളുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഇനിയും പലതും ചെയ്യാനുമുണ്ട്. അതെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഈ ദുആ കേൾക്കേണ്ട താമസം ആയിഷ റളിയല്ലാഹു തആല പൊട്ടിച്ചിരിച്ചു പോയി. നബിയേ, ഇതിനു വേണ്ടി ദുആ ചെയ്യാനാണോ ഞാൻ പറഞ്ഞത്? സ്വർഗ്ഗത്തിന് വേണ്ടി ദുആ ചെയ്യാനല്ലേ? ഇത് എന്നെ വല്ലാതെ കെടുത്തിയ ദുആയാണല്ലോ നബിയേ എന്ന് പറഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ദുആ കേട്ടിട്ട് ആയിഷ ബീവി പൊട്ടിച്ചിരിച്ചു. ചിരിച്ച് നമ്മളൊക്കെ പറയൂല തലതല്ലി ചിരിച്ചെന്ന് പറഞ്ഞതുപോലെ ഇമാമുന തിർമിദി റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഹത്താ സക്കത്തത് റൈസുഹാ ഫീ ഹുദരി നബിയേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവിയുടെ തല നബി തങ്ങളുടെ മടിയിൽ പോയി മുട്ടുന്നത് വരെ ആയിഷ ബീവി പൊട്ടിച്ചിരിച്ചു പോയി. തന്റെ മടിയിലേക്ക് തല വെച്ച് തലതല്ലി ചിരിക്കുന്ന ആയിഷ ബീവിയുടെ മുടിയടകളിലൂടെ തന്റെ കൈവിരലുകളെ തടുകി തലോടിയിട്ട് ഹബീബായ മുത്ത് ചോദിച്ചത്രേ, ആയിഷ അയസുറുക്കി ദുആരി, എന്റെ ദുആ നിന്നെ ഇത്ര സന്തോഷപ്പെടുത്തിയോ ആയിഷ റളിയല്ലാഹു തആല അൻഹ? ഈ ലോകത്തിന്റെ പ്രവാചകൻ ഇതിന് സമയം കിട്ടിയെങ്കിൽ തന്റെ ഭാര്യയെ പൊട്ടിച്ചിരിപ്പിച്ചിട്ട് തന്റെ മടിയിൽ തല വെച്ച് തിരിക്കാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയാ സമയം വൈകുകയാണ്. സമയം വളരെയേറെ പരിമിതമാണ്. ചരിത്രത്തിന്റെ തുല്യതയില്ലാത്ത പ്രതീകമാണ് ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ. തിരക്കുള്ള സമയങ്ങളിൽ പാതിരാത്രിയിൽ ഓട്ട മത്സരം നടത്താറുണ്ടായിരുന്നു മുത്തുനബിയും ആയിഷ ബീവിയും. ആദ്യത്തെ ഓട്ട മത്സരത്തിൽ അല്ലാണ്ട് റസൂൽ ജയിച്ചു. ആയിഷ ബീവി പിണങ്ങി മാറി നിന്നു. തന്റെ ഭാര്യയുടെ പിണക്കം കണ്ടപ്പോ മുത്തുനബി കണ്ടിട്ട് പറഞ്ഞു, ആയിഷ, നമുക്കൊന്നുകൂടി ഓടാൻ മോളെ. രണ്ടുപേരും കൂടി ഈ മത്സരം നടത്തി. ഹബീബായ മുത്ത് മനഃപൂർവ്വം തോറ്റുകൊടുത്തു. ആയിഷ ബീവി വിജയിച്ചു. സന്തോഷമായി ആയിഷ ബീവിക്ക്. താനെന്നും മനഃപൂർവ്വം തോറ്റുകൊടുത്താലും സ്വന്തം ഭാര്യയുടെ സന്തോഷമാണ് വലുതെന്ന് തിരിച്ചറിഞ്ഞ ആളാണ്. പറയാനേറെ എന്റെ സഹോദരങ്ങളെ, ഇതേ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലും തമ്മിൽ പിണങ്ങാറുണ്ടായിരുന്നു. ഈ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലും തമ്മിൽ പിണങ്ങാറുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സാധാരണ പിണക്കമല്ല, അവർ തമ്മിൽ പിണക്കമുണ്ടായി. അവസാനം മധ്യസ്ഥനായി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവന്നു. ഭാര്യയുടെ ഉപ്പ വീട്ടിൽ വന്നു. രണ്ടുപേരും തമ്മിൽ പിണക്കം നീണ്ടുപോവുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ കൊണ്ട് സമയമില്ലാത്തത് കൊണ്ടും നമ്മുടെ ഈ പദ്ധതിയുടെ വിജയം പ്രധാനപ്പെട്ട ലക്ഷ്യമായതുകൊണ്ടും ഞാനിത് പെട്ടെന്ന് ഓടിപ്പിച്ചു പോവുകയാണ്. ഇത് കേട്ടിട്ട് നാളെ ഹൃദയമൊന്ന് മാറിയാൽ, ഭാര്യയോടൊരു സ്നേഹം തോന്നിയാൽ, അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, ഈ വാക്കുകളെ നീ സ്വീകരിക്കണേ അല്ലാ, ഈ വിഷയത്തെ നീ സ്വീകരിക്കണേ അല്ലാ, ഇത് ഹൃദയത്തിന്റെ ജീവിതമാക്കണേ അല്ലാ. ആയിഷ ബീവിയുടെ വാപ്പയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. മുത്തുനബി ചോദിച്ചു, ആയിഷ, ആദ്യം നീ പരാതി പറയുന്നു, അതല്ല ഞാൻ പറയണോ? ആയിഷ റളിയല്ലാഹു അൻഹ
അടുക്കളയുടെ ഭാഗത്തിരുന്ന് ആയിഷ ബീവി പറഞ്ഞുവത്രേ നിങ്ങൾ ആദ്യം പറഞ്ഞോളുക, എനിക്ക് പറയാൻ കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് ആദ്യം നിങ്ങൾ പറഞ്ഞോളുക. പെണ്ണിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രതികരിച്ചു. ആദ്യം നിങ്ങൾ പറ, പിന്നെ എനിക്ക് കുറച്ച് പറയാനുണ്ട്. നിങ്ങൾ ആദ്യം പറഞ്ഞോളി, എനിക്ക് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞുവത്രേ, നിങ്ങൾ എന്റെ വാപ്പയോട് എന്റെ കുറ്റങ്ങൾ പറയുന്നത് കൊള്ളാം, പക്ഷേ ലാ തഖൂലു ഇല്ലൽ ഹഖാ, വല്ലതേ പറയാവൂ, എന്നെ കുറിച്ച് വേണ്ടാത്തത് ഇട്ട് കെട്ടിച്ചമച്ചിട്ട് എന്റെ വാപ്പയോട് പറഞ്ഞു കൊടുക്കരുത്. ആരോടാണിത് പറയുന്നത്? ഭാര്യ. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നിങ്ങളുടെ ശബ്ദം മുത്തുനബിയുടെ ശബ്ദത്തെക്കാൾ ഉയർന്നാൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് ഏത് ഖുർആൻ പറഞ്ഞു? ആ നബിയോടാണ് ഭാര്യ പറയുന്നത്. നിങ്ങൾ പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷെ വേണ്ടാത്തത് ഇട്ട് പറഞ്ഞിട്ട് എന്റെ വാപ്പാന്റെ മുമ്പിൽ എന്നെ മോശക്കാരനാക്കരുത്. ഇതൊക്കെ മുത്തുനബിയുടെ വീട്ടിൽ സംഭവിച്ചതാണ്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, ആ ഭാര്യ നബിയെ നെഞ്ചിൽ പിടിച്ചിട്ട് തള്ളി. ഇത് കണ്ടപ്പോ അമ്മായിയമ്മ മകളെ ശാസിച്ചിട്ട് പറഞ്ഞു, മോളെ മുത്തുനബിയെ പിടിച്ചു തള്ളുന്നു. അപ്പോഴാണ് മുത്തുനബി തന്റെ അമ്മായിയമ്മയോട് പറഞ്ഞത്, നിങ്ങൾ എന്ത് കണ്ടിരിക്കുന്നു? ഈ പെണ്ണുങ്ങൾ ഇതിലും വലിയ തന്നെ പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ലല്ലോ. ചിന്തിക്ക്. പെണ്ണുങ്ങൾ പിടിച്ചിട്ട് തള്ളി. ഇത് കണ്ട ഭാര്യയുടെ ഉമ്മ വഴക്കുറഞ്ഞു, മോളെ നിങ്ങൾ എന്ത് കണ്ടിരിക്കും, ഇതിലും വലിയ പെണ്ണുങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു തമാശയായിട്ട് കണക്കാക്കണം. ആ രീതിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. നമ്മൾ എയർ പിടിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒന്ന് ചിരിക്കാൻ എന്താ മുടക്ക്? ചില ആളുകൾക്ക് അങ്ങനെ ചിരിക്കൂല. ചിരിക്കാൻ ഒരാൾക്ക് മുഖത്ത് കോപം വരണമെങ്കിൽ മുഖത്തെ 60 ഞരമ്പ് വർക്ക് ചെയ്യണം, ചിരിക്കണമെങ്കിൽ 6 ഞരമ്പ് വർക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഏതാ ലാഭം? ഒന്ന് ചിരിക്കണേന് ഇപ്പൊ എന്താ കുഴപ്പം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ വളരെ പറയാവൂ, ഇല്ലാത്തത് പറയരുത്. ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഭാര്യയ്ക്ക് നമുക്കവിടെ എന്തും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സമയത്ത് ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, ഭാര്യയായ ആയിഷ ബീവി, ലാ തഖൂലു ഇല്ലൽ ഹഖാ, വളരെ പറയാവൂ, ഇല്ലാത്തത് പറയല്ലോ നബിയെ. അബൂബക്കർ റളിയല്ലാഹു തആല ഇത് കേട്ടുകൊണ്ടിരിക്കുകയാ. അബൂബക്കർ റളിയല്ലാഹു തആല ചാടി എഴുന്നേറ്റ് ആയിഷ ബീവിയുടെ മുതുകത്ത് കൈവച്ചൊരു അടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആയിഷ നീ എന്ത് വർത്തമാനമാ പറഞ്ഞത്? അള്ളാന്റെ റസൂൽ ഇല്ലാത്തൊരു പറയോ പെണ്ണ്? ആരോടാണ് അതമില്ലാതെ വർത്താനം പറയുന്നത്? ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞത്. തന്റെ ഭർത്താവിന്റെ മുമ്പിൽ എളിപ്പനായി, വാപ്പാന്റെ കയ്യിൽ നടിയും കിട്ടി. ഭർത്താവിന്റെ മുമ്പിൽ തോറ്റുപോയി, വാപ്പാന്റെ കയ്യിൽ നടിയും കിട്ടി. എത്ര സുന്ദരമാണ് ഈ കുടുംബജീവിതം! ആയിഷ ബീവിയുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലാ തുടങ്ങിയപ്പോ ഹബീബായ മുത്തിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. ചാടി എഴുന്നേറ്റ് ആയിഷ ബീവിയെ തന്റെ നെഞ്ചിലോട്ട് ചേർത്ത് പിടിച്ചിട്ട് ആ കണ്ണുനീര് തന്റെ റിസാലത്തിന്റെ കൈ കൊണ്ട് തുടച്ചു മാറ്റി ആയിഷ ബീവിയെ തന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അത്രേ അബൂബക്കറെ, ഒരു മധ്യസ്ഥം പറയാനാണ് നിന്നെ വിളിച്ചത്. എന്റെ ഭാര്യ അടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അബൂബക്കറെ, എന്റെ ഭാര്യ അടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? എന്റെ ഭാര്യ നിന്റെ മോളാണെങ്കിലും എന്റെ പൊന്നു ഭാര്യയെ കരയിപ്പിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അബൂബക്കറെ റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വെളിയിലായി, അവര് രണ്ടുപേരും ഒന്നായി. ഇതാണ് ജീവിതത്തിലെ ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ. ജീവിതത്തിന്റെ എല്ലാ കട്ടപ്പാടുകളെയും എല്ലാ പ്രയാസങ്ങളെയും മാറ്റിയ പെണ്ണ്. ഈ ജീവിതം നടന്നത് എവിടെയെന്നറിയോ? ഒരു കാര്യം നിങ്ങളോട് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ പ്രസംഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗത്ത് ഗൾഫിലൊക്കെ സാമ്പത്തിക പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോ ആ ഗൾഫിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന കടമേര് പോലെയുള്ള, തിരുവല്ലൂർ പോലെയുള്ള ഈ പ്രദേശത്തിന്റെ നാദാപുരം എന്ന് പറഞ്ഞാൽ, ഖത്തറിൽ പോയാൽ നാദാപുരത്തുകാരുടെയും വില്യാപ്പള്ളിക്കാരുടെയും കപ്പീരി എല്ലാവരും പെട്ടെന്ന് കാണാൻ കഴിയില്ലെങ്കിൽ എല്ലാ ഗൾഫിന്റെ പരമേഖലകളിലും നാദാപുരം, വില്യാപ്പള്ളി അടക്കമുള്ള ധാരാളം പ്രവാസികൾ ചെറിയ ചെറിയ കച്ചവടങ്ങൾ കൊണ്ട് ജീവിക്കുന്ന, അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് വരുമാനം റഹ്മാനി പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് കൈയച്ചു കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് ബോധിപ്പിക്കുകയോ, ആയിഷ റളിയല്ലാഹു തആലയെ പോലെ നമ്മുടെ ഭാര്യയായി മാറണം. ഹബീബായ നബി നിങ്ങൾ വന്നിട്ട്, ആയിഷ വിശക്കുന്നു മോളെ,
കൊടുക്കാൻ വീട്ടിലൊന്നുമില്ലാതെ നോക്കുമ്പോ മുത്തുനബി പറഞ്ഞു, ആയിഷ, വിശക്കുന്ന വയറുമായി തന്റെ ഭർത്താവ് പോയി കാൽമുട്ടുകളെ വയറ്റിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് റൂമിന്റെ മൂലയിൽ കിടക്കുന്നത് കണ്ടപ്പോ ഹബീബായ നബി തങ്ങളെ നോക്കിയിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. ആ സമയത്താണ് ഞാൻ ചിന്തിച്ചത്, ഭക്ഷണമല്ലേ എനിക്ക് കൊടുക്കാൻ കഴിയാതിരുന്നിട്ടുള്ളൂ, സ്നേഹം കൊടുക്കാൻ കൊടിവൊന്നുമില്ലല്ലോ. പട്ടിണി കാരണത്താൽ ഒട്ടിയ വയറുമായി കാൽമുട്ട് കണ്ട വയറ്റിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് റൂമിന്റെ ചുമരിൽ കിടക്കുന്നുണ്ട് ഭർത്താവിന്റെ അടുക്കൽ പോയി ഞാനിരുന്നു. എന്റെ വലത്തെ കൈകൊണ്ട് ഞാൻ എന്റെ ഭർത്താവിന്റെ ഒട്ടിയ വയറിൽ മെല്ലെ ഒന്ന് തലോടി കൊടുത്തു. ഇങ്ങനെയുള്ള ഭാര്യയാണ് നമുക്ക് വേണ്ടത്. കബി അഹമ്മദ് കബീറിന് ശബ്ദമുള്ള പ്രഭാകവിയുടെ ഭാര്യ എന്ന് മേനി നടിക്കുന്ന പെണ്ണിനെയല്ല. ഈ ശബ്ദമൊക്കെ നഷ്ടപ്പെട്ടിട്ട് വിട്ടുനിൽക്കുമ്പോ പാതിരാത്രിയുടെ ഏകാന്തതയിൽ ഇങ്ങനെ നെടുവീർപ്പിടുമ്പോ ആ സമയത്ത് അടുത്തിരുന്നിട്ട് നമ്മളോട് കഥ പറയാ നമുക്ക് സാന്ത്വനം നൽകാ. ഗൾഫുകാരന്റെ അത്തരന്റെ മണമുള്ളപ്പോ കൂടെ നിൽക്കുന്ന പെണ്ണിനെയും മക്കളെയുമല്ല, വിഷം വെട്ടിക്കിടക്കുമ്പോ നമ്മുടെ വയറ്റിലാ കയ്യെന്ന് തലോടിയിട്ട് സാരമില്ലെന്ന് ആശ്വസിപ്പിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തിരിച്ചു തരുമെന്ന് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന നല്ല ഭാര്യയെ കിട്ടിയാൽ ഹബീബായ മുത്തുനബി കണ്ണു തുറന്നിട്ട് ചോദിച്ചെന്തേ ആയിഷ, അങ്ങയുടെ വയറ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. ആയിഷ, നാളെ സ്വർഗത്തിന്റെ കട്ടിലിൽ നമുക്ക് ഒരുമിച്ചിരിക്കണോ? വേണം നബിയേ, എന്നാലേ പട്ടിണി സഹിക്കണം. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കട്ടെ. ഈ പരിസാരമായ സദസ്സിനോട് ഇനിയാണ് ബുദ്ധിയുള്ളവർ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ സദസ്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കടക്കാം. എല്ലാവരും സന്നദ്ധരാവണേ. ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്തി തരികയാ. നമ്മളൊക്കെ ചിന്തിച്ചത് എന്തെന്നറിയോ? ഈ സമ്പത്തും ഈ സന്താനവും ഈ ഭാര്യയും നിലനിൽക്കുമല്ല. ഇല്ല ഇല്ല സഹോദരങ്ങളെ, മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. ഈ മണ്ണിൽ നമ്മുടെ ജീവിതം ഈ കരുത്ത് നിൽക്കുന്ന പുല്ലിനെ പോലെയാണ്. 3 വെയിലേറ്റാൽ, ഒരു മഴ നഷ്ടപ്പെട്ടാൽ കരിഞ്ഞു വാടി നിൽക്കുന്ന പുല്ലിനെ പോലെ ഏത് സമയത്തും കരിഞ്ഞു മാറാവുന്ന ജീവിതമാണ് നമ്മുടേത്. ആ സമയത്ത് നിങ്ങൾക്കറിയോ, പ്രതിസാലമായ കാരാവാരം പോലെ പരന്നു കിടക്കുന്ന മണലാരുണ്യത്തിൽ കൈക്കുഞ്ഞിനെ തന്റെ കയ്യിലേൽപ്പിച്ചിട്ട് പ്രിയപ്പെട്ട ഭർത്താവ് യാത്ര പറഞ്ഞു പോകുമ്പോ ആ ഭർത്താവ് കയ്യിലേൽപ്പിച്ച പ്രിയപ്പെട്ട കുഞ്ഞ് പൈതാഹം കൊണ്ട് പൊട്ടിക്കരയുമ്പോ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി സഫയിൽ നിന്ന് മറുവയിലേക്ക്, മറുവയിൽ നിന്ന് സഫയിലേക്ക് ഓടിച്ചാടി നടന്ന് കാൽപ്പാടത്തിൽ നിന്ന് നിരകളിച്ചു വന്ന ജലസരത്ത് കൊണ്ട് തന്റെ കുഞ്ഞിന്റെ ദാഹം തീർന്നു. ഏതാണ്ട് 8 വർഷക്കാലം ഭർത്താവില്ലാതെ ഒരു പ്രവാസിയുടെ ഭാര്യയുടെ റോൾ മോഡൽ ഹാജരാബീലിയ മണലാരുണ്യത്തിലേക്ക് പോയി. ഭർത്താവില്ലാതെ എന്റെ പെണ്ണുപെങ്ങളെ, നാദാപുരത്ത് താമസിക്കുന്ന പ്രവാസികളെ, നിങ്ങളുടെ ഭാര്യമാരുടെ റോൾ മോഡൽ ഹാജരാബീലിയ ഇബ്രാഹിം നബി ഫലസ്തീനിലേക്ക് പോയി. ഭർത്താവില്ലാതെ പിഞ്ചു പൈതലിന് 9 വയസ്സോളം മരുഭൂമിയിൽ തന്നെ വളർത്തിയുണ്ട്. 9 വർഷം കഴിഞ്ഞ് ഫലസ്തീനിൽ നിന്ന് ഇബ്രാഹിം നബി തിരിച്ചു വരുമ്പോ ആ ഇബ്രാഹിം നബി വരുന്ന സമയത്ത് മകൻ ഇസ്മായിൽ ഓടിച്ചെന്നില്ല മുഅ്മിനീങ്ങളെ, ഉപ്പാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചില്ല മുഅ്മിനീങ്ങളെ. അന്ന് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ രാവിലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഹാജറ, നമ്മുടെ മോനെ ബലി കൊടുക്കണമെന്ന് അള്ളാഹ് എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു വെക്കുകയാ. ഏത് പെണ്ണും പൊട്ടിത്തെറിക്കുന്ന നിമിഷം, ഏത് പെണ്ണും പൊട്ടിത്തെറിക്കുന്ന നിമിഷം. ഇല്ല ഇല്ല, 9 വർഷക്കാലം താൻ ഒറ്റക്ക് വളർത്തിയ ഇസ്മായിലിനെ കയ്യിലേൽപ്പിച്ചുണ്ട്. ഇവന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ യാത്രയാക്കുമ്പോ മലയടിവാരത്തിലെ കൊരിവയിൽ മൂർച്ചയുള്ള കത്ത് മറ്റേ കയ്യിൽ പിഞ്ചുമകൻ ഇസ്മായിലിന്റെ കൈ പിടിച്ച് തന്റെ മകനെ കടുത്തിറക്കാൻ 9 വർഷക്കാലം ഒറ്റക്ക് വളർത്തിയ ഇവിടെ ഗൾഫുകാരന്റെ ജീവിതം തകരുമ്പോ ഭാര്യ പറയുന്നത്, നിങ്ങൾ ഗൾഫിലല്ലായിരുന്നു, ഇതൊക്കെ സമ്പാദിച്ചതും വളർത്തിയതും ഞാനാ. പെണ്ണെ കേട്ടോ, നീ ഹാജറാബീവി ഒരു കയ്യിൽ മൂർച്ചയുള്ള കത്തിയും മറുകയിൽ പിഞ്ചുബാലൻ ഇസ്മായിലിനെയും പിടിച്ചിട്ട് ഇബ്രാഹിം നബി പോകുമ്പോ പുറകിൽ നിന്ന് നിലവിളിച്ചില്ല, പൊട്ടിക്കരഞ്ഞില്ല, അവകാശ
ആവേശപാഠം പറഞ്ഞില്ല. പാറക്കല്ലിലെ മലത്തി കടത്തിയ പൊന്നുമോന് കഴുത്തിലോട്ട് കത്തിവെക്കാൻ പോകുമ്പോ പൊന്നുമോൻ പറഞ്ഞ ചില വാക്കുണ്ട്. ഉപ്പ, എന്റെ മോനെ, എന്നെ ഇങ്ങനെ ഉപ്പാടെ നേരെ തിരിച്ചു കിടത്തിയിട്ട് അറുക്കല്ലേ, എന്നെ പാറക്കെട്ടില് കമഴ്ത്തി കിടത്തിയിട്ട് അറുക്കൂപ്പാ. എന്റെ മോനെ, എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ കരുത്തിറക്കാൻ എന്റെ ഉപ്പാക്ക് കഴിയില്ല. എന്റെ ഉപ്പാക്ക് അല്ലാടെ കൽപ്പന നിർത്തിക്കാൻ കഴിയില്ല. കമഴ്ത്തി കിടത്തി പാറക്കെട്ട് മോൻ പറഞ്ഞു, ഉപ്പ, എന്റെ കൈയും കാലും നല്ല വള്ളി കൊണ്ട് കെട്ടി മുറുക്കണേ. ഉപ്പ എന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് എന്റെ കഴുത്ത് മുറിഞ്ഞ് വേദന എടുക്കുമ്പോ കൈകാലിട്ടടിച്ചിട്ട് പാറക്കെട്ടിൽ ഉപ്പാന്റെ മോനിങ്ങനെ പ്രാണവേദനയിൽ തുടയുമ്പോ അത് കണ്ടിട്ട് ബാക്കി അറുക്കാൻ എന്റെ ഉപ്പാക്ക് കഴിയില്ല. അങ്ങനെ കഴിയാതെ വന്നാല് നമ്മൾ സ്വർഗത്തിലെത്തില്ലല്ലോ ഉപ്പ. അതുകൊണ്ട് എന്റെ കൈയും കാലും വെട്ടി കുറിക്കണേ, കെട്ടിവെക്കണേ. നമുക്ക് അല്ലാഹു ഇങ്ങനെ ഒരു മകനെ തരുവോ? അല്ലാഹുവേ, നിങ്ങളുടെ മകനെ ഇസ്മായിലാക്കണേ അല്ലാ, ആക്കിത്തരണേ അല്ലാ. കൊതിക്കുന്നില്ലേ ഞാനും നിങ്ങളുമൊക്കെ? അല്ലാഹുവേ, ആക്കിത്തരണേ അല്ലാ, ആക്കിത്തരണേ അല്ലാ. ആ മകൻ പറഞ്ഞു, ഉപ്പ, എന്നെ അറുത്ത് കഴിഞ്ഞാൽ എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മാനെ കാണിക്കരുത്. എന്റെ ഉമ്മാക്കത് സഹിക്കാൻ കഴിയില്ല ഉപ്പ. ഞാനൊന്ന് ചോദിക്കട്ടെ, 9 വർഷക്കാലം കഴിഞ്ഞ് വാപ്പ തിരിച്ചു വരുമ്പോ ആ വാപ്പാനോട് സ്നേഹമുള്ള ഇസ്മായിൽ നബി ഇബ്രാഹിം നബിക്ക് സമ്മാനിച്ചതാരാ? കൈക്കുഞ്ഞുമായി മക്കയുടെ മണരാരുണ്യത്തിൽ താമസിക്കുമ്പോ ഓരോ നിമിഷവും ഭക്ഷണം കൊടുക്കുമ്പോ, മോനെ ഇസ്മായിലേ, നമ്മുടെ വാപ്പ നമ്മൾ ഉപേക്ഷിച്ചിട്ട് ഫലസ്തീനിൽ പോയത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് മോനെ. വാപ്പ ഇല്ലാത്ത സമയത്ത് വാപ്പയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് മകന്റെ മനസ്സിൽ വാപ്പയെ പ്രതിഷ്ഠിച്ച ഹാജറ എന്ന പെണ്ണല്ലോ. എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, നിങ്ങളുടെ ഭാര്യമാര് ഇതുപോലെയായില്ലെങ്കിൽ ഓരോ പെണ്ണും ഇവിടെ നിൽക്കുമ്പോ 3 നേരം നമ്മുടെ മക്കളുടെ മുമ്പിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ ആ സമയത്തൊക്കെ പൊന്നുമക്കളെ, വാപ്പ ഗൾഫിൽ കിടന്ന് കട്ടപ്പെട്ടെടുക്കുന്ന പൈസയാണിത്, വാപ്പ ബഹ്റൈനിൽ കട്ടപ്പെടുന്ന പൈസയാണിത്, വാപ്പ സൗദിയിൽ കിടന്ന് കട്ടപ്പെട്ടിട്ട് വാപ്പ വെറുതെ ഒരു തറയിൽ കിടന്നിട്ട് സമ്പാദിച്ച് തരുന്നതാണ്. വാപ്പ മത്തിക്കച്ചവടം നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പണിയെടുത്ത പൈസയാണ് മക്കളെ. നമ്മുടെ വാപ്പ ഗൾഫിൽ കിടന്ന് ചൂടിൽ കിടന്ന് രാപ്പകലില്ലാതെ അധ്വാനിച്ച് അയച്ചു തരുന്ന പൈസയാണിതെന്ന്. വാപ്പയില്ലാത്ത സമയത്ത് 3 നേരം ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ ആ സമയത്ത് അടുത്തില്ലാത്ത വാപ്പയുടെ ത്യാഗത്തിന്റെ കഥ പറഞ്ഞ്, കട്ടപ്പാടിന്റെ കഥ പറഞ്ഞിട്ട് പൊന്നുമക്കളെ, വാപ്പ കരൾ വെള്ളമാക്കിയിട്ട് വാല് പറഞ്ഞിട്ട് വരുമ്പോ കൊണ്ടുവരുന്നതാ എന്ന് 3 നേരം പറഞ്ഞു കൊടുക്കുന്നൊരു ഭാര്യയാണ്. ഗൾഫ് ജീവിതം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നമ്മുടെ മക്കളെ നമ്മളോട് സ്നേഹമുള്ളവരാക്കി, നമ്മളോട് ഇഷ്ടമുള്ളവരാക്കി മാറ്റുന്നത് ഇബ്രാഹിം നബിയുടെ ഭാര്യയെ പോലെ ഒരു ഹാജറ ബീവിയാണെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മുടെ മക്കളെ ഇസ്മായിൽ നബിയെ പോലെ ആക്കിത്തരട്ടെ, അല്ലാഹു ആക്കിത്തരട്ടെ. ആ ഒരു പരിശീലനമാണ് ഇവിടെ നടക്കേണ്ടത്. ഞാൻ ഇന്നലെ 1000 സ്ക്വയർ ഫീറ്റ് കൊടുക്കാൻ ആ മനുഷ്യന് വേണമെങ്കിൽ ഫോണിൽ വാപ്പുസ്താദിനോട് പറയാ, അദ്ദേഹം ആരെന്ന് എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ ഇന്നലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സദസ്സിൽ വന്ന് അദ്ദേഹത്തിന് കൈവക്കിയിട്ട് പറയാ. പക്ഷേ 1000 സ്ക്വയർ ഫീറ്റ് കൊടുക്കുമ്പോ ഹാഫിളായ തന്റെ പൊന്നുമോൻ മുസമ്മിലിന്റെ കയ്യിൽ, അങ്ങനെയാണെന്നാണ് എന്റെ ഓർമ്മ ആ പേര്, ആ പൊന്നുമോന്റെ കയ്യിൽ ഇവിടെ വെച്ച് തരുമ്പോ ആ ഉദ്ദേശിച്ചതെന്നറിയോ? ഞാൻ മരിച്ചു പോയാലും കൊച്ചുപ്രായത്തില് ഇത്രയും വലിയ സ്റ്റേജിൽ വെച്ചിട്ട് ഈ സദക്ക കൊടുത്ത് എന്നെ മോനെ എന്റെ പാരമ്പര്യം പഠിപ്പിച്ചു കൊടുക്കണം, ആ മകനത് കണ്ടു വളർക്കണം. അതല്ലെങ്കിൽ ആ സഹോദരൻ ഇവിടെ തരാമായിരുന്നല്ലോ. ഹാഫിളായ മോനെ കൊണ്ടല്ലോ ആ പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കട്ടെ. 40 പേരെ സ്വർഗത്തിലോട്ട് ശുപാർശ ചെയ്യുന്ന ഹാഫിളീങ്ങളാക്കി കൊടുക്കട്ടെ. ഇതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ട ജോലി. ആ സദസ്സിൽ വെച്ച് തരുമ്പം വാപ്പാടെ പതിവാക്കുഞ്ഞ് പഠിക്കുകയല്ലേ. അതുകൊണ്ട് സഹോദരാ, സഹോദരി, നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനൊരിക്കൽ എന്നോട് കഴിഞ്ഞ ആഴ്ച ഉമ്മ വന്ന് പറഞ്ഞു, ഉസ്താദേ, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക, കിഡ്നി കരാറിലായി പോയി. ഞാൻ ചോദിച്ചു, എന്റെ ഷുഗർ ഉണ്ടായിരുന്നോ? ഇല്ല. പ്രഷർ ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എങ്ങനെയാ കിഡ്നി തകരാറിലായത്? ഉസ്താദേ, ഞാൻ ആറ്റുനോട്ട് വളർത്തി എന്റെ പൊന്നുമോട് തൊട്ടടുത്തുള്ള ഹൈന്ദവ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചുപോയി.
അവൾ അവസാനം എന്നെ വെല്ലുവിളിച്ചിട്ട് അവളുടെ വാപ്പ മരിച്ച അന്ന് മുതൽ ഞാൻ കൺമണിയെ പോലെ വളർത്തിയതാ. അവളുടെ കല്യാണത്തിൽ തടസ്സം നിന്ന് എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അവൾ എന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് താമസമാക്കി. ഇന്ന് അകലെയാണ് താമസം. 9 വർഷമായിട്ട് അവൾ എന്നെ വിളിച്ചിട്ടില്ല. എന്നെ ഉമ്മ എന്ന് അവളൊന്ന് വിളിച്ചു കേട്ടിട്ട് മരിക്കാ കൊടിയാ. എന്റെ മോളയോത്ത് കരഞ്ഞെനിക്ക് പ്രഷർ കൂടി. എന്റെ മോള് മറ്റൊരുത്തിന്റെ കൂടെ ഒളിച്ചോടിയപ്പോ ആ വിഷമത്തിൽ പ്രഷർ കയറി എന്റെ കിഡ്നി തകരാറിലായി പോയി. ആട്ടുനോട്ട് വളർത്തിയ മകൾ ഒളിച്ചോടിയപ്പോ ആ ദുഃഖത്തിന് കിഡ്നി തകരാറിലായിരുന്നേ പോലും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാര് അല്ലാഹു ഹാദറാ ബീവിയെ പോലെ ആക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ റഹ്മാനിൽ വളർന്ന മക്കളെ പോലെ നാളെ നമ്മൾ മരിച്ചാൽ നമ്മുടെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്ന എന്റെ ഉപ്പയാണ് ഈ കിടക്കുന്നത്, എന്റെ ഉമ്മയാണ് ഈ കിടക്കുന്നത്, ആരുടെ മണ്ണിൽ അവർ കാര്യമില്ല അല്ലാ എന്ന് ദുആ ചെയ്യുന്ന നല്ല മക്കളെ നമുക്ക് കിട്ടണം. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാര് നീ അങ്ങനെ ആക്കി തരണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇന്നലെ ഞാൻ സമയമില്ലാത്തത് കൊണ്ട് പറഞ്ഞില്ല. ഹൃദയം നന്നാവാനുള്ള 5ാമത്തെ മരുന്ന് സാലിഹീങ്ങളുമായി സഹവസിക്കലാണ്. കടമേര് റഹ്മാനിയെ പോലെ ഓരോ ദിവസവും ഇവിടെ എത്തണം. ആലിമീങ്ങളുമായി സഹകരിക്കണം, ഹാഫിളീങ്ങളുമായി സഹവസിക്കണം. സുഹബത്തെ സുഹബത്തെ ഫാരിസിയിലെ പഴങ്കല്ലാണ്, ഫാരിസി ഭാഷയാണ്. സുഹബത്തെ പരാക്രമിയുടെ കൂടെ കൂടിയാൽ തെമ്മാടിയാവും, സജ്ജനങ്ങളുടെ കൂടെ സഹവസിച്ചാൽ സാലിഹാവും. 80 സ്ക്വയർ ഫീറ്റ് എന്ന സഹോദരന് സജ്ജനങ്ങളുമായുള്ള സുഹബത്ത് നിലനിർത്തണേ അല്ലാ, സജ്ജനങ്ങളുമായുള്ള സുഹബത്തിനെ നിലനിർത്തണേ അല്ലാ, സജ്ജനങ്ങളുമായി സഹവസിക്കണേ. ആ സജ്ജനങ്ങളുടെ സഹവാസമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ സന്തോഷമേണെന്നറിയുമോ? മഹാനായ സൈനുൽ ഉലമ വഫാത്താകുമ്പോ ലാളിത്യത്തിലൂടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വഴികാട്ടിക്കൊടുത്ത സൈനുൽ ഉലമ രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഐസിയുവിൽ കിടന്ന് ശരീരം അനങ്ങാൻ കഴിയാത്തപ്പോഴും കൈത്തണ്ടയിൽ വെച്ച തസ്ബീഹ് കൊണ്ട് ഹൃദയം കൊണ്ട് ദിക്ർ ചെയ്ത സമസ്തയുടെ പണ്ഡിതന്മാർക്ക് നാവ് വേണ്ട, ഹൃദയത്തിന്റെ ഉൾക്കണ്ണുകൊണ്ട് ദിക്റിന്റെ തസ്ബീഹ് ചലിച്ചുകൊണ്ടിരുന്നു. ദിവസങ്ങളോളം ഐസിലാണ്. മഹാന്മാരുടെ വഫാത്ത് പോലെ ഒരു സാധാരണക്കാരുമായി ഇടപെടലില്ല, ദുനിയാവുമായി ബന്ധമില്ല, ആരുമായിട്ടൊരു ബന്ധമില്ലാണ്. അതിന്റെ ഉള്ളിൽ സ്ഫുടം ചെയ്ത് അവസാന കലിമ പറഞ്ഞ് വഫാത്താകുമ്പോ ബഹുമാനപ്പെട്ട ചെമ്മാട് ദാൽഹുദയുടെ മുറ്റത്ത് വാപ്പൂട്ടി ഹാദിയുടെ ചാരത്ത് സൈനുൽ ഉലമയുടെ ഖബറടക്കുമ്പോ ഞാൻ കണ്ടതാണ്. ദാൽഹുദയുടെ ജനാലയിൽ പിടിച്ചിട്ട് ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങൾ പൊട്ടിക്കരയുകയാ. അവരുടെ വാപ്പയല്ല ഖബറടക്കപ്പെടുന്നത്, അവരുടെ സഹോദരനല്ല. പക്ഷേ 8 പിരിയാത്ത പ്രായത്തിൽ വന്നപ്പോ ഇൽമിന്റെ വെളിച്ചം കൊടുത്ത് ഞങ്ങളുടെ ആത്മീയ പിതാവ് ഫത്വിലേക്ക് പോവുകയാ. ആയിരക്കണക്കിന് ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആ കയ്യിൽ പിടിച്ചിട്ട് ദാൽഹുദയുടെ വിദ്യാർത്ഥികൾ പൊട്ടിക്കരഞ്ഞപ്പോ ഞാൻ ബഹുമാനപ്പെട്ട എന്റെ ഗുരുതുല്യനായ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പുസ്താദിനോട്, അല്ലാഹുവേ, വാപ്പുസ്താദിന്റെ ഏറ്റവും വലിയ ഫലമേടെന്നറിയോ? നാളെ വാപ്പുസ്താദ് മരണപ്പെട്ടാൽ കരയാൻ സ്വന്തം മക്കളല്ല, റഹ്മാനിയുടെ തീരത്തുകൂടി ആ ഇൽമു പേടിനെന്ന 10,000 ആളുകൾ ഞങ്ങളുടെ ആദ്യ പിതാവ് മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞ് സ്വന്തം കബറിന്റെ ചാരത്ത് കരയാനും ദുആ ചെയ്യാനും 10,000 സിറ്റിക്കലാണ് റഹ്മാനിയിലൂടെ കഴിഞ്ഞത്. അറബി കോളേജ് നടത്തുന്നതിന്റെ ദറസ് നടത്തുന്ന മുദരിസിന്റെ ലാഭമേടെന്നറിയോ? കരയാനും ദുആ ചെയ്യാനും 10,000 കബറിന്റെ ചാരത്ത് ഉപേക്ഷിച്ചിട്ട് പോവല. അല്ലാതെ ഒരു ലാഭവും ദുനിയാവിൽ ഉണ്ടാവില്ല. ഞാൻ ഒരിക്കൽ വാപ്പുസ്താറൊക്കെ വലിയ ഭാഗ്യവാനാണ്, തങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം ഇപ്പൊ മരിച്ചാലും ദുആ ചെയ്യാൻ 10,000 ഉണ്ട്. അതാണ് നമ്മുടെ ലാഭം. ആ ലാഭം വേറെ ആൾക്ക് കിട്ടില്ല. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. മനപ്പാടമാക്കി മയ്യത്ത് കൊണ്ടുപോയി പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോ ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് മുന്നോട്ട് വരേണ്ടത്
അണുകുടുംബത്തിൽ ജനിച്ചിട്ട് ആധുനിക രാസവള നിർമ്മാണശാലയിലെ ഉപോൽപ്പന്നം പോലെ കെൻഡക്കിയും KFCയും ബർഗറും മാത്രം നിന്ന് രാവിലെ മൊബൈൽ ഡാറ്റയുടെ ബാലൻസ് തീർന്നു പോയതിൽ ആശങ്കപ്പെട്ട് രാത്രിയിൽ ബാലൻസ് ചെയ്ത് പാതിരാ സമയം വരെ അശ്ലീലത കണ്ട് ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിൽ തല മയങ്ങിക്കിടന്നിട്ട് ഇതേവരെ സൂര്യോദയം കാണാതെ മധ്യാഹ്നം മാത്രം കണ്ട പുതുതലമുറയല്ല, ന്യൂ ജനറേഷൻ തലമുറയല്ല. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം ഇതാണ്: അണുകുടുംബത്തിൽ ജനിച്ച് കെൻഡക്കിയും KFCയും ബർഗർ മാത്രം തിന്ന് മൊബൈൽ ഡാറ്റ ചാർജ് ചെയ്ത് അരക്ക് പോട്ട് തുണിയില്ലാത്ത ബർമുടയും ധരിച്ച് രാപ്പകലില്ലാതെ മൊബൈൽ ഡാറ്റ മറ്റുള്ളവന്റെ മടിക്കുത്തിൽ പിടിച്ചാണെങ്കിലും ചാർജ് ചെയ്ത് ലോകത്തുള്ള 140 രാട്ടത്തിലേറൊക്കെ പെണ്ണ് തുണി വിരിഞ്ഞാടിയാലും അത് മുഴുവനും കണ്ടുകൊണ്ട് പാതിരാത്രിയിൽ കുഴഞ്ഞ് ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിൽ തലമയക്കി ജീവിതത്തിൽ പ്രായപൂർത്തിയായതിനു ശേഷം സൂര്യോദയം കണ്ടിട്ട് സുബഹിയുടെ ബാങ്ക് കേട്ടിട്ടില്ലാത്ത മധ്യാഹ്നം മാത്രം പരിചയമുള്ള ന്യൂ ജനറേഷൻ അല്ല. ഉമ്മാന്റെ മയ്യത്ത് മുമ്പിലോട്ട് പോകുമ്പോ പരാതികളും പരിഭവങ്ങളും പരിദേവനങ്ങളും പരിതാപങ്ങളും പരിവിലംഘിക്കുമ്പോഴും പാരിലെ പരമസുഖമല്ല, പരലോകത്തിന്റെ പരമാനന്ദമാണ് പരിഗണനീയമെന്ന് കരുതി പാതിരാത്രിയിൽ പടച്ചറപ്പിനോട് പതിനയെ പോലെ പൊട്ടിക്കറിഞ്ഞ് ആദിരാത്രിയുടെ നിസ്കാരത്തനമ്പുള്ള തെറ്റിനെ മുസല്ലയിലേക്ക് വെച്ചിട്ട് എന്റെ പൊന്നുമോനൊരു ഹാഫിളാക്കണയല്ല എന്ന് ദുആ ചെയ്ത ഉമ്മാന്റെ മയ്യത്ത് പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് ഉമ്മാടെ മയ്യത്ത് നിസ്കരിക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് എന്റെ ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ എന്നെ ഖുർആന്റെ 114 അധ്യായങ്ങൾ കാണാതെ പഠിച്ച ഹാഫിളീങ്ങള് ആരുടെ മയ്യത്ത് കബറിൽ വെച്ചാലും പുഴുക്കൾ തിന്നു മാറ്റും ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടത് സന്തോഷമാണവർക്ക് നീ ചൊല്ലുന്നത്. ഏത് ശരീരം മയ്യത്ത് വെച്ചാലും പുഴുക്കൾ അത് തിന്നു മാറ്റുമെങ്കിലേ താളം നടക്കാനിരിക്കുന്ന സിനിമയുടെ തിരക്കഥ കേട്ടിട്ട് ഹൈദരാബാദിലെ 5 സ്റ്റാർ ഹോട്ടലിൽ കിടക്കാൻ പോയ രാവിലെ എഴുന്നേറ്റപ്പോ ജീവച്ചവമായി പോയ നിന്റെ കൽപ്പന എവിടെയടി പെണ്ണ്? ഇന്നാരടി മണ്ണിന്റെ ഉള്ളിലാണെങ്കിൽ മലയാളത്തിന്റെ ഞാനിവിടെ വന്നപ്പോ കണ്ടു ഈ ജാതി കടമേരിയുടെ പല ഭാഗത്ത് മരിച്ചുപോയ കലാപവും മണിക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവുമായി ബന്ധമുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ നടന വിസ്മയത്തെ അംഗീകരിച്ചവർ, പാവപ്പെട്ടവരോടുള്ള സേവനത്തെ അംഗീകരിച്ചവർ, അവർക്ക് നിലനിർത്തിയിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കട്ടെ. നടന വിസ്മയത്തിന്റെ താത്വിക കലകൾ കൊണ്ടൊരു പതിറ്റാണ്ട് മുഴുവനും അപ്രവാളികളിൽ നിറഞ്ഞു നിന്ന് പാവപ്പെട്ടവനോടൊട്ടി നിന്ന് ആ കലാതാരം മരിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ നിന്നും മയ്യത്ത് കൊണ്ടുവരുമ്പോ ആ കൊണ്ടുവന്ന ശവശരീരത്തിന്റെ മുമ്പിൽ സെൽഫി എടുക്കാനുള്ള തിരക്കിന്റെ ഇടയിൽ ആ ശവശരീരം എത്ര സമയത്താ തറയിൽ വീണത്. 10,000-കണക്കിന് ആളുകൾ ആ സിനിമാ താരത്തിന്റെ അന്ത്യത്തിൽ കൂടാശയ്ക്ക് വരുമ്പോ കാണാനെത്തിയ സിനിമാ താരങ്ങളുടെ കൂടെ സെൽഫി എടുക്കാൻ അനുയായികളിൽ കൂട്ടുകാരും പോയപ്പോ ആ മനുഷ്യന്റെ മയ്യത്ത് നോക്കാൻ ഒരാളും ഉണ്ടായില്ലല്ലോ. അവസാന ചാലക്കുടിപ്പടിയുടെ തീരത്ത് ചിത കത്തിയെറിയുമ്പോ ആ കത്തിയെറിയുന്ന ചിതയുടെ ചാരത്ത് നിന്നിട്ട് സെൽഫി എടുക്കാൻ ശ്രമിച്ചവരാരാ? അവരാണ് തിയേറ്ററിൽ ആ മനുഷ്യന് വേണ്ടി സിന്ദാബാദ് വിളിച്ചത്, അവരാണ് തിയേറ്ററിൽ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയത്. ആ സമയത്ത് തന്നെ ഭർത്താവിന്റെ ആ പാവപ്പെട്ട മനുഷ്യന്റെ നെഞ്ചകം ചിതയിൽ കിടന്നിട്ട് പൊട്ടിത്തെറിക്കുമ്പോ പൊട്ടിക്കരയാണ് അയാളുടെ ഭാര്യയും മക്കളുമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. സഹോദര ബഹുമാനങ്ങളും പ്രശസ്തികളും ഒക്കെ മരിച്ചവന്റെ മയ്യത്തിന്റെ ചാരത്തിരുന്നിട്ട് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്ന ആധുനിക തെരയോട്ടത്തിന്റെ നടുവില് മരിച്ചു കിടക്കുന്ന സമയത്ത് ഉമ്മാന്റെ ചാരത്ത് വന്ന് നിന്ന് ഹാഫിളാക്കിയ പൊന്നുമോൻ ഇതെന്റെ ഉമ്മയാണ് കിടക്കുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വറഹ്മഹാ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണയല്ലോ എന്ന് ദുആ ചെയ്യാൻ ഒരു ഹാഫിളായ മോനെ ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും ആലിമീങ്ങളുടെ ഹാഫിളീങ്ങളുടെ പരമ്പര ഇവിടെ നിന്നുണ്ടാവണം. കടമേരിയുടെ വനിതാ കോളേജിൽ അഫ്സലുൽ ഉലമ പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ നാട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ നല്ല ക്ലാസുകൾ പുറത്തു പോയിട്ട് എടുക്കുന്ന ദീനിനെ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന, ഇന്നലെ വടിയരികിൽ വെച്ച് മന്ദസ്മിതം പൂതികവന്റെ മന്ദാരം പറഞ്ഞിട്ടവന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ആധുനിക പെണ്ണിന്റെ മുമ്പില് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാപ്തരായ വനിതകളെ റഹ്മാനിയുടെ വനിതാ കോളേജ് പ്രാപ്തരാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളെ, ആയിരക്കണക്കിന് ആലിമീങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഷാജഹാൻ റഹ്മാനി കമ്പളക്കാടിനെ പോലെ കൊണ്ടുപോയി ടൗണിനെ ആത്മീയ സാഗരത്തിൽ ആരാധിച്ച കേരളത്തിന്റെ പ്രഭാഷണ കലയിൽ മിന്നി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഫരീദ് റഹ്മാനി കാലികാവ്
പിതാവിനെ പോലെ അതൊക്കെ നിങ്ങൾ നട്ടുവനത്തിയതാണ്, നിങ്ങൾ സഹായിച്ചതാണ്. അവരൊക്കെ ഇന്ന് വാത് പറയുമ്പോ, അവരൊക്കെ ഇന്ന് നന്മ പറയുമ്പോ അതിന്റെ ഒരു മിശ്ര സവാബ് കടമേരിക്കാരെ നിങ്ങൾക്കാണ്. അതുകൊണ്ട് ഈ സ്ഥാപനത്തെ നിങ്ങൾ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കണേ. ഒരു പോറൽ വരാതെ നിങ്ങളുടെ കുടുംബം ഏറ്റെടുത്തതുപോലെ ഈ സ്ഥാപനത്തെ നിങ്ങൾ ഏറ്റെടുക്കണേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പെങ്ങളെ, ജീവിതമല്ല മരണമാണ് വലുത്, മരണമാണ് വലുത്. ആഗ്രഹങ്ങൾ ഒത്തിരിയുണ്ട്. എലി പറഞ്ഞതുപോലെ കെണിവെച്ചത് നീയാണെന്നറിയാം, കൊല്ലാനാണെന്നറിയാം, എന്നിട്ടും വന്നു കയറിയത് വിശപ്പ് ഇതിനേക്കാൾ വലുതല്ലല്ലോ എന്നോർത്തിട്ടാണ്. സഹോദരങ്ങളെ, ജീവിതമല്ല വലുതും മരണമാണ് വലുതെന്ന് പഠിക്കാൻ, അവിടെയാണ് ഈ സ്വർണത്തിന്റെ വില എന്നറിയാൻ. ലോകത്തുള്ള സർവ്വസാധനത്തിനും വില കുറഞ്ഞു പോകും. അള്ളാഹു സ്വർണം വില കുറയാത്തത് അള്ളാഹുവിന്റെ സ്വർഗമാണ്. അലാ ഇന്ന സിലത്തല്ലാഹി ഗാലിയാ, പടച്ചറപ്പിന്റെ സ്വർഗം വലുതാണ്. ആ സ്വർഗത്തിന് വില കുറയില്ല. എല്ലാത്തിനും വില കുറയും, പക്ഷേ വില കുറയാത്തതൊന്നേ ഉള്ളൂ. അലാ ഇന്ന സിലത്തല്ലാഹി ഗാലിയാ, പടച്ചറപ്പിന്റെ ചരക്കിന് വില കുറയില്ല. നീ എത്ര സൂക്ഷിച്ചു വെച്ചാലും ഇതിന് വില കുറയും. അള്ളാഹുടെ ദീനിന് തന്നാൽ ഈ വോളണ്ടിയേഴ്സിനെ ഒന്നുകൂടി ഞാൻ പറഞ്ഞു വിടുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരാൾ എഴുന്നേക്കരുത് ഇതുവരെ ഇരുന്നിട്ട് അവസാനത്തെ ദുആയിൽ പങ്കെടുക്കാറ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലാഭം. ധാരാളം മുത്തഅല്ലിമീങ്ങൾ, ഹാഫിളീങ്ങൾ ഈ ദുആ അല്ലാഹു ഇൻഷാ അല്ലാഹ് നമുക്ക്